ഓക്കെ ഗൈസ്, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യം. ഫസ്റ്റ്, നിസ്സാരം അക്കാഡമി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിസ്സാരം അക്കാഡമി നിസ്സാരത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അതിൽ നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത 5 പുതിയ വീഡിയോസ് ഉണ്ട്. 5 മെൻ്റൽ ഹെൽത്തിനെ പറ്റിയാണ്. ഇതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ജനറലി ഞാൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതും ഇഷ്ടപ്പെടും. സോ ചെക്കൗട്ട് ചെയ്യാം. കമ്മിങ് ടു ദ വീഡിയോ ഗൈസ്, റിലേറ്റിവിറ്റി ഫിസിക്സിലെ തന്നെ ഏറ്റവും കോംപ്ലക്സ് ടോപ്പിക്കുകളിൽ ഒരെണ്ണമാണ്. സോ അതിനെ സിംപ്ലിഫൈ ചെയ്തും ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ ടാസ്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടോപ്പിക്കിനെ മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് അതിൻ്റെ മാത്ത് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാതെയാണ് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. സോ ഈ വീഡിയോ എല്ലാവർക്കും കാണാം. ഈ വീഡിയോ മനസ്സിലാവണമെങ്കിൽ ഫിസിക്സിലൊരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആവശ്യമില്ല. ഹൗഎവർ, നിങ്ങൾ ഫിസിക്സിൽ ഒരു എക്സ്പേർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻപുട്സും ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തിരുത്തലുകളുണ്ടെങ്കിൽ നിങ്ങളുടെ കറക്ഷൻസും ഒക്കെ കമൻറ്റ് ബോക്സിലിടാം. നിങ്ങൾക്ക് എൻ്റെ അടുത്തുനിന്നും പഠിക്കാം, എനിക്ക് നിങ്ങളിൽ നിന്നും പഠിക്കാം. ആസ് എ ഓൾവേസ് സേ, നമ്മളൊരു കമ്മ്യൂണിറ്റിയാണ്. ലെറ്റ്സ് ഹെൽപ്പ് ഈച്ച് അതർ. ദാറ്റ്സ് ഇറ്റ്. തുടങ്ങാം. ഓക്കെ, സോ നമുക്ക് തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം. ഐൻസ്റ്റൈൻ ഈ തിയറി കണ്ടുപിടിക്കുന്നതിലൂടെ എങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ ജീനിയസ് ആയി എന്ന് മനസ്സിലാക്കണം. സ്പേസും ടൈമും എങ്ങനെ ബെൻഡ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം. ഒരു മാസീവ് പ്ലാനറ്റിൽ പോവുകയാണെങ്കിൽ അവിടെ ടൈം എന്തുകൊണ്ട് സ്ലോ ആവുന്നു എന്ന് മനസ്സിലാക്കണം. ലൈറ്റിൻ്റെ സ്പീഡ് അടുക്കുന്തോറും എന്തുകൊണ്ട് ചുറ്റിനുള്ള സാധനങ്ങളുടെ ലെങ്ത് ചുരുങ്ങുന്നുവെന്നും ചുറ്റുമുള്ള ക്ലോക്കുകൾ സ്ലോ ആവുന്നു മനസ്സിലാക്കണം. ഫ്യൂച്ചറിലേക്ക് എങ്ങനെ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കണം. ഇൻ്റർസ്റ്റെല്ലർ പോലൊരു സിനിമയുടെ കഥ ഫസ്റ്റ് വാച്ചിൽ തന്നെ മനസ്സിലാക്കണം. ഇതൊന്നും അത്ര പാടല്ല, നമ്മളെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ദ ഡിഫിക്കൽട്ട് പാർട്ട് ഇസ്, ഞാൻ ബിറ്റ്സിൽ 2 സെമസ്റ്റർ ഇട്ട് പഠിച്ച കാര്യം നമുക്കിവിടെ 1 മണിക്കൂർ കൊണ്ട് പഠിക്കണം. ഓക്കെ, തിയറി ഓഫ് റിലേറ്റിവിറ്റി നമുക്ക് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും. എനിക്ക് വേണമെങ്കിൽ ബാക്കി എല്ലാവരും ചെയ്യുന്ന പോലെ സ്ട്രെയിറ്റ് ഈ 2 തിയറിയിലേക്കും പോവാം. അതിന് പെട്ടെന്ന് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. പക്ഷേ അത് മണ്ടത്തരമാണ്. അങ്ങനെയല്ല നമ്മൾ തിയറി ഓഫ് റിലേറ്റിവിറ്റി പഠിപ്പിക്കേണ്ടത്. തിയറി ഓഫ് റിലേറ്റിവിറ്റി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം മറ്റ് 5 കാര്യങ്ങൾ എന്താണെന്ന് ക്ലിയറായി മനസ്സിലാക്കണം. സ്പേസ്, ലൈറ്റ്, ഗ്രാവിറ്റി, റിലേറ്റീവ് മോഷൻ ആൻഡ് നോൺ യൂക്ലിഡിയൻ ജോമെട്രി. ഈ 5 കാര്യങ്ങൾ ക്ലിയറായി മനസ്സിലായാൽ പിന്നെ റിലേറ്റിവിറ്റി നമുക്ക് പുഷ്പം പോലെ മനസ്സിലാക്കാം. സോ നമുക്ക് ഈ 5 കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. റെഡി ആയിക്കോ. നമ്മൾ ഫിസിക്സിലെ തന്നെ ഏറ്റവും കോംപ്ലക്സ് ടോപ്പിക്ക് മനസ്സിലാക്കാൻ പോകും. നമുക്ക് ആദ്യം സ്പേസ് എന്താണെന്ന് മനസ്സിലാക്കാം. കാരണം സ്പേസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ എവറിത്തിങ് എൽസ് ബിക്കംസ് ഇമ്മൻസ്ലി ഈസിയർ. ഒട്ടുമിക്ക ആൾക്കാർക്കും സ്പേസ് എന്താണെന്നൊരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിലും എല്ലാവർക്കും അവരുടേതായ ഒരു ധാരണയുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം സ്പേസ് ഒരു ശൂന്യതയാണ്, ഒരു ഒന്നുമില്ലായ്മയാണ്. ആൻഡ് ആ ഒന്നുമില്ലായ്മയിലേക്ക് നമുക്ക് ഓരോ സാധനങ്ങൾ എടുത്ത് വെക്കാം. ഫൈൻ. ചിലരെ സംബന്ധിച്ചിടത്തോളം സ്പേസ് മാറ്റർ തമ്മിലുള്ളൊരു റിലേഷനാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം എൻ്റെയും ഈ മാർക്കറിൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ട്, പക്ഷേ ഞാനും ഈ മാർക്കറും ഇല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള സ്പേസിനും അർത്ഥമില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് സ്പേസ്? അതൊരു ശൂന്യതയാണോ അതോ അത് മാറ്റർ തമ്മിലുള്ള റിലേഷനാണോ? ഇതിൻ്റെ ഉത്തരം അറിഞ്ഞുകൂടാത്ത നമ്മൾ ഒരു ഫിലോസഫേഴ്സിൻ്റെ അടുത്തും ഒരു സ്പിരിച്വൽ ഗുരുസിൻ്റെ അടുത്തും ചോദിക്കും. ആൻഡ് അപ്പോൾ അവർക്ക് പോലും മനസ്സിലാവാത്ത ഒരു റാൻഡം ഡെഫിനിഷൻസ് പറയും. Space is an illusion that's been created because we are engaged with our physical natures. സ്പേസ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു ഫിസിസിസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കണം. ഒരു ഫിസിസിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്പേസ് ഒരു ശൂന്യതയുമല്ല, സ്പേസ് മാറ്റർ തമ്മിലുള്ളൊരു റിലേഷനും അല്ല, അല്ലെങ്കിൽ സ്പിരിച്വൽ ഗുരൂസ് പറയുന്ന പോലെ ഒരു ആബ്സ്ട്രാക്റ്റ് ഐഡിയ അല്ല. സ്പേസ് ഒരു ഫിസിക്കൽ തിങ് ആണ്. സ്പേസ് ഒരു ഫിസിക്കൽ തിങ് ആണ്. ഇപ്പം നിങ്ങൾ ചോദിക്കും ഏത് ഫിസിക്കൽ തിങ് എന്ന്. ഒരുപാട് ഫിസിക്കൽ തിങ്സുമായിട്ട് എനിക്ക് സ്പേസിനെ കോറിലേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഞാൻ 2 എക്സാമ്പിൾസാണ് ഉപയോഗിക്കുന്നത്. ഒരു ജെല്ലി അല്ലെങ്കിൽ ഒരു അലുവ. ഇപ്പം ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കട്ട് ചെയ്തിട്ട് പറയും അനന്തരാമൻ പറഞ്ഞു സ്പേസ് ഒരു ജെല്ലിയാണ്, സ്പേസ് ഒരു അലുവയാണ്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. വാട്ട് ഐ എം സേയിങ് ഇസ്, സ്പേസിനും ഒരു ജെല്ലിക്കും ഒരു അലുവയ്ക്കും എക്സാക്ട്ലി സിമിലർ പ്രോപ്പർട്ടീസാണ്. ലെറ്റ് മി ഷോ യു. ഞാൻ അലുവ കഴിക്കാത്ത ഒരാളാണ്, ഇതിന് വേണ്ടി ഞാൻ വാങ്ങിച്ചു. ഓക്കെ, സോ ഒരു അലുവയുടെ പ്രോപ്പർട്ടീസ് എന്താണ്? അൽവേനെ എനിക്ക് ചുരുക്കാൻ പറ്റും.
ഇങ്ങനെ ഞെക്കാൻ പറ്റും, അൽവേനെ എനിക്ക് പിടിച്ച് വലിക്കാനും പറ്റും. സ്പേസിനും എക്സാക്ട്ലി സെയിം പ്രോപ്പർട്ടീസാണ്. സ്പേസ് ക്യാൻ കോൺട്രാക്ട് ആൻഡ് സ്പേസ് ക്യാൻ എക്സ്പാൻഡ്. സിമിലർലി ഒരു അൽവ എനിക്ക് പിടിച്ച് വളയ്ക്കാൻ സാധിക്കും ഇങ്ങനെ. സ്പേസിനും എക്സാക്ട് സെയിം പ്രോപ്പർട്ടിയാണ്. സ്പേസ് ക്യാൻ ബെൻഡ്. സോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സ്പേസ് ഒരു ഫിസിക്കൽ തിങ് ആണ് ആൻഡ് അതിനൊരു ജെല്ലിയുടെയോ ഒരു അലുവയുടെയോ പ്രോപ്പർട്ടീസാണ്. സോ ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസസ് നമ്മളെല്ലാം ഒരു അലുവയ്ക്കകത്താണ് ജീവിക്കുന്നത്. ഈ യൂണിവേഴ്സിലുള്ള സ്റ്റാർസും പ്ലാനറ്റ്സും ഗാലക്സീസും നമ്മൾ എല്ലാവരും ഒരു അലുവയ്ക്കകത്താണ് ജീവിക്കുന്നത്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, ഓക്കെ? ഞാൻ ഈ അലുവയിൽ 2 ഡോട്ട്സ് ഇടുകയാണ്, ഓക്കെ? ഒരു ഡോട്ട്, ഇവിടെ വേറൊരു ഡോട്ട്. ഓക്കെ, നൗ ഇതാണ് ഈ 2 പോയിന്റ്സ്. ഇനി ഞാൻ ഈ അലുവ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടിയില്ലേ? അലുവ ചുരുക്കുകയാണെങ്കിൽ ഈ പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു. ഇതാ നോക്കുക, ഇപ്പോൾ ഡിസ്റ്റൻസ് കൂടി, ഇപ്പോൾ ഡിസ്റ്റൻസ് കുറഞ്ഞു. നോ, ഈ പോയിന്റ്സ് ബൈ ദംസെൽസ് ഈ അലുവയെ കൂടെ ട്രാവൽ ചെയ്തിട്ടില്ല. പക്ഷേ ഈ അലുവ എക്സ്പാൻഡ് ചെയ്യുമ്പോഴും കോൺട്രാക്ട് ചെയ്യുമ്പോഴും ഈ പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുകയും കുറയുകയും ചെയ്യും. ഇങ്ങനെയാണ് സ്പേസ് വർക്ക് ചെയ്യുന്നത്. സ്പേസ് എക്സ്പാൻഡും സ്പേസ് കോൺട്രാക്റ്റും ചെയ്യുകയാണെങ്കിൽ സ്പേസിലുള്ള സാധനങ്ങൾ തമ്മിലുള്ള ദൂരം കൂടുകയും കുറയുകയും ചെയ്യും. ഓർക്കുക. ഇനി കുറച്ചുകൂടെ ഒരു കാര്യം കൂടെ പറയാറുണ്ട്. ഈ അൽവയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്, ഓക്കെ? സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇനി ഞാൻ ഈ അലുവ ബെൻഡ് ചെയ്താൽ ഈ സ്ട്രെയിറ്റ് ലൈനും ബെൻഡ് ആവുന്നില്ലേ? കണ്ടില്ലേ? ഈ സ്ട്രെയിറ്റ് ലൈൻ ബെൻഡ് ആയില്ലേ? അതായത് വെൻ സ്പേസ് ബെൻഡ്സ് സ്ട്രെയിറ്റ് ലൈൻ പാത്സ് ഡീവിയേറ്റ്. സ്പേസ് ബെൻഡ് ചെയ്യുമ്പം സ്ട്രെയിറ്റ് ലൈൻ പാത്സും അതനുസരിച്ച് അതിൻ്റെ ഷേപ്പ് മാറ്റും. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഓർക്കുക. സ്പേസിന് എക്സ്പാൻഡ് ചെയ്യാം, സ്പേസ് കോൺട്രാക്ട് ചെയ്യാം. സ്പേസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ സാധനങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുകയും കുറയുകയും ചെയ്യും. അതുപോലെ സ്പേസ് ബെൻഡ് ചെയ്യുമ്പം സ്ട്രെയിറ്റ് ലൈനിൻ്റെ രൂപം മാറും. സ്ട്രെയിറ്റ് ലൈൻ വളയാനും തിരിയാനും തുടങ്ങും സ്പേസ് ബെൻഡ് ചെയ്യുന്നതനുസരിച്ച്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മനസ്സിലാവും. ഓക്കെ, മൂവിങ് ഓൺ. ഓക്കെ, അപ്പം നമ്മൾ റിലേറ്റിവിറ്റിയുടെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കി, സ്പേസ്. അടുത്തത് നമുക്ക് സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റിലേക്ക് പോകാം, നോൺ യൂക്ലിഡിയൻ ജോമെട്രി. നോൺ യൂക്ലിഡിയൻ ജോമെട്രി എന്ന പേര് കേട്ടിട്ട് നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇറ്റ്സ് ഫെയർലി സിമ്പിൾ. നോ, യൂക്ലിഡിൻ്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. യൂക്ലിഡ് ഇസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ജോമെട്രി ആൻഡ് റൈറ്റ്ലി സോ. നമ്മൾ ജോമെട്രിയിൽ പഠിക്കുന്ന ഒരുപാട് ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടീസ് വരുന്നത് യൂക്ലിഡിൻ്റെ ഡെറിവേഷൻസിൽ നിന്നാണ്. ഫോർ എക്സാമ്പിൾ, പാരലൽ ലൈൻസ് മീറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസും കൂടെ ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടും. ഇതുപോലത്തെ കുറേ ഫണ്ടമെൻ്റൽ റൂൾസ് വരുന്നത് യൂക്ലിഡിൻ്റെ ജോമെട്രിയിൽ നിന്നാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യൂക്ലിഡിൻ്റെ ജോമെട്രി പ്രാക്ടീസ് ചെയ്തതെല്ലാം ഒരു പരന്ന പീസ് ഓഫ് പേപ്പറില്ല. യൂക്ലിഡ് ഒരു നോട്ട്ബുക്കില്ല ഈ ജോമെട്രി ഇരുന്ന് പ്രാക്ടീസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ യൂക്ലിഡിൻ്റെ പല പ്രോപ്പർട്ടീസും ഒരു പരന്ന പീസ് ഓഫ് പേപ്പറിലെ വർക്ക് ചെയ്യും. നമ്മളിത് ഒരിക്കലും തിരിച്ചറിയില്ല. കാരണം നമ്മളെല്ലാ സ്കൂളിലും പഠിക്കുന്ന എല്ലാം ഒരു പരന്ന നോട്ട്ബുക്കില്ല, ഒരു ഫ്ലാറ്റ് പീസ് ഓഫ് പേപ്പറിൽ നമ്മളെല്ലാം വരച്ച് പഠിക്കുന്നത്. ആൻഡ് ആ ഫ്ലാറ്റ് പീസ് ഓഫ് പേപ്പറിൽ യൂക്ലിഡിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഹോൾഡ് ചെയ്യും. പക്ഷേ ഒരു ഫ്ലാറ്റ് പീസ് ഓഫ് പേപ്പർ നമ്മൾ എടുത്ത് മാറ്റി ഒരു വളഞ്ഞതോ ഒരു ഉരുണ്ടതോ ആയ സർഫസ് എടുത്താൽ സഡൻലി യൂക്ലിഡിൻ്റെ പല പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യില്ല. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. ഒരു സ്ഫിയർ. ഒരു സ്ഫിയർ ഒരു ഉരുണ്ട സർഫസ് ആയതുകൊണ്ടും ഒരു ഫ്ലാറ്റ് പീസ് ഓഫ് പേപ്പർ അല്ലാത്തതുകൊണ്ടും സ്ഫിയറിൻ്റെ പുറത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ജോമെട്രി നോൺ യൂക്ലിഡിയൻ ജോമെട്രിയാണ്. സ്ഫിയറിൻ്റെ പുറത്ത് നമ്മൾ ജോമെട്രി ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, സ്ഫിയറിൻ്റെ പുറത്ത് വരയ്ക്കുകയാണെങ്കിൽ അത് നോൺ യൂക്ലിഡിയൻ ജോമെട്രിയാണ്. അവിടെ യൂക്ലിഡിൻ്റെ പല പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യില്ല. നമ്മളൊരു ഫ്ലാറ്റ് സർഫസിൽ 2 പാരലൽ ലൈൻസ് വരച്ചാൽ ആ പാരലൽ ലൈൻസ് ഒരിക്കലും തൊടില്ല. പക്ഷേ നമ്മളൊരു സ്ഫിയറിൻ്റെ പുറത്ത് 2 പാരലൽ ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്താൽ അവ മീറ്റ് ചെയ്യും. അതുപോലെ നമ്മളൊരു പരന്ന പീസ് ഓഫ് പേപ്പറിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ ആംഗിൾസിൻ്റെ സം എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. പക്ഷേ നമ്മൾ സ്ഫിയറിൻ്റെ പുറത്തൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ ആംഗിൾസിൻ്റെ സം 180 ഡിഗ്രി ആയിരിക്കണമെന്നില്ല. അതുപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ആണ്. ഒരു ഫ്ലാറ്റ് പീസ് ഓഫ് പേപ്പറിൽ അത് ഇങ്ങനെ ഇരിക്കുമെങ്കിൽ ഒരു സ്ഫിയറിൻ്റെ പുറത്ത് അത് കുറച്ച് കേർവ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇതാണ് ഞാൻ നോൺ യൂക്ലിഡിയൻ ജോമെട്രിയിൽ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി നമ്മൾ ഫ്ലാറ്റ് അല്ലാത്തൊരു സർഫസിൽ, ഒരു ഉരുണ്ടതോ വളഞ്ഞതോ ആയ സർഫസിൽ നമ്മൾ ജോമെട്രി ചെയ്യുകയാണെങ്കിൽ, നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യൂക്ലിഡിൻ്റെ പല പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, ഒരു വളഞ്ഞതോ ഒരു ഉരുണ്ടതോ സർഫസിൽ പാരലൽ ലൈൻസ് പലപ്പോഴും മീറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ട്രയാങ്കിൾഡ് ആംഗിൾ, ഇന്റേണൽ ആംഗിൾസിൻ്റെ സം 180 ഡിഗ്രി ആയിരിക്കണമെന്നില്ല. ഒരു സ്ട്രെയിറ്റ് ലൈൻ കാണാൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ആയിരിക്കില്ല ഇരിക്കുന്നത്, അത് വളഞ്ഞും തിരിഞ്ഞും ആയിരിക്കും ഇരിക്കുന്നത്. ഇത്രയാണ് നമ്മൾ നോൺ യൂക്ലിഡിയൻ ജോമെട്രിയിൽ മനസ്സിലാക്കേണ്ടത്. സോ ഇതായിരുന്നു നോൺ യൂക്ലിഡിയൻ ജോമെട്രി. ലെറ്റ് മീ ക്വിക്ലി റീക്യാപ്പ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകാൻ പാടില്ലല്ലോ. സ്പേസ് എന്താണ്? സ്പേസ് ഒരു അലുവ പോലെയാണ്. നമ്മളെല്ലാം സ്പേസ് എന്ന അലുവയ്ക്കകത്താണ് ഈ യൂണിവേഴ്സ് മുഴുവൻ. ആൻഡ് ഈ അലുവയ്ക്ക് കോൺട്രാക്ട് ചെയ്യാൻ പറ്റും, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, ബെൻഡ് ചെയ്യാൻ പറ്റും. സ്പേസിന് കോൺട്രാക്ട് ചെയ്യാൻ പറ്റും, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, ബെൻഡ് ചെയ്യാൻ പറ്റും. സ്പേസ് കോൺട്രാക്റ്റും എക്സ്പാൻഡും ചെയ്യുമ്പോൾ സാധനങ്ങളുടെ ഡിസ്റ്റൻസ്, സ്പേസിലുള്ള സാധനങ്ങളുടെ ഡിസ്റ്റൻസും കുറയുകയും കൂടുകയും ചെയ്യും. സ്പേസ് ബെൻഡ് ചെയ്യുമ്പോൾ സ്പേസിലെ സ്ട്രെയിറ്റ് ലൈൻസും അതനുസരിച്ച് ബെൻഡ് ചെയ്യും. വിച്ച് ബ്രിങ്സ് മീ ടു നോൺ യൂക്ലിഡിയൻ ജോമെട്രി. നോൺ യൂക്ലിഡിയൻ ജോമെട്രി എന്ന് പറയുന്നത് ഫ്ലാറ്റ് അല്ലാത്ത വളഞ്ഞതോ ഉരുണ്ടതോ ആയ സർഫസുകളിൽ വരയ്ക്കുന്ന ജോമെട്രിയാണ്. നോൺ യൂക്ലിഡിയൻ ജോമെട്രിയിൽ യൂക്ലിഡിൻ്റെ പല പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യില്ല. നമ്മൾ ഉരുണ്ടതോ വളഞ്ഞതോ ആയ സർഫസിൽ നമ്മൾ ഓരോന്ന് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും പാരലൽ ലൈൻസ് പലപ്പോഴും മീറ്റ് ചെയ്യും. ട്രയാങ്കിൾസിൻ്റെ ഇന്റേണൽ ആംഗിൾസിൻ്റെ സം 180 ഡിഗ്രിയിൽ കൂടുതലാവാം. അതുപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ആയിരിക്കില്ല കാണാനിരിക്കുന്നത്. അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, പക്ഷേ അത് വളഞ്ഞു തിരിഞ്ഞൊക്കെ ആയിരിക്കും കാണാനിരിക്കുന്നത്. ഇത്രയാണ് നമ്മൾ സ്പേസിനെയും നോൺ യൂക്ലിഡിയൻ ജോമെട്രിയെ പറ്റി ഇത്ര നേരം മനസ്സിലാക്കിയത്. ഓക്കെ, സോ നമ്മൾ സ്പേസ് എന്താണെന്ന് മനസ്സിലാക്കി, നോൺ യൂക്ലിഡിയൻ ജോമെട്രി എന്താണെന്ന് മനസ്സിലാക്കി. അടുത്തത് നമുക്ക് റിലേറ്റീവ് മോഷനെയും റെഫറൻസ് ഫ്രെയിംസിനെയും പറ്റി മനസ്സിലാക്കാം. നമുക്ക് ആദ്യം റിലേറ്റീവ് മോഷൻ ഡിസ്കസ് ചെയ്യാം. റിലേറ്റീവ് മോഷൻ സിമ്പിളാണ്, നമ്മളെല്ലാം സ്കൂളിൽ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. നമ്മൾ റോഡിൽ നിൽക്കുകയാണ്, ഒരു കാർ 40 km/h പോകുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കാറിൻ്റെ സ്പീഡ് എന്താണ്? 40 km/h ആണ്. ഇനി ഇതേ കാർ 40 km/h പോവുകയാണ്, ആൻഡ് നമ്മൾ ആ കാറിനെതിരെ 30 km/h പോവാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കാർ ഫാസ്റ്ററായി വരുന്ന പോലെ തോന്നില്ലേ? ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കാറിൻ്റെ സ്പീഡ് 40 + 30 70 km/h ആണ്. ഇനി വിചാരിക്കുക, ഈ കാർ ഇങ്ങനെ 40 km/h പോവാണ്, നമ്മൾ കാറിൻ്റെ പുറകെ 30 km/h പോവാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കാർ സ്ലോവർ ആണ്. കാറിൻ്റെ റിലേറ്റീവ് സ്പീഡ് 40 - 30 10 km/h ആണ്. ആൻഡ് ഇത് നമുക്ക് സ്ഥിരം റോഡിൽ കാണാൻ പറ്റും. നമ്മുടെ സെയിം ലൈനിലുള്ള കാർസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ലോവർ ആയിരിക്കും, നമുക്ക് എതിരെ വരുന്ന കാർസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫാസ്റ്റർ ആയിരിക്കും. ഇതാണ് റിലേറ്റീവ് മോഷൻ. ഈ യൂണിവേഴ്സിൽ എല്ലാ ഒബ്ജക്ട്സും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഭൂമി മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ചന്ദ്രൻ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, സൂര്യൻ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ സോളാർ സിസ്റ്റം തന്നെ മിൽക്കി വേ ഗാലക്സി കൂടെ കിടന്ന് മൂവിയാണ്. മിൽക്കി വേ ഗാലക്സി മൂവിയാണ്, മറ്റ് ഗാലക്സീസ് മൂവിയാണ്, നെബുലാസ് മൂവിയാണ്, ബ്ലാക്ക് ഹോൾസ് മൂവി, എല്ലാം മൂവ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിൽ റിലേറ്റീവ് മോഷൻ മാത്രമേ ഉള്ളൂ. റിലേറ്റീവ് സ്പീഡ്സും വെലോസിറ്റീസിനും മാത്രമേ അർത്ഥമുള്ളൂ. നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല ഭൂമി അനങ്ങാൻ നിൽക്കുകയാണ് ബാക്കിയെല്ലാമാണ് നീങ്ങുന്നത്. അല്ല, ഭൂമി അനങ്ങിക്കൊണ്ടിരിക്കുക. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല സൂര്യൻ അനങ്ങാൻ നിൽക്കുക ബാക്കിയെല്ലാം നീങ്ങും. ഇല്ല, സൂര്യനും അനങ്ങിക്കൊണ്ടിരിക്കുക, എല്ലാം അനങ്ങിക്കൊണ്ടേ ഇരിക്കുക. ഈ യൂണിവേഴ്സ് ഒരു റോഡാണെങ്കിൽ ഭൂമി അതിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാറാണ്. ആൻഡ് ഭൂമിയെ പോലെ തന്നെ മറ്റൊരുപാട് കാറുകളുണ്ട്. സ്റ്റാർസ്, പ്ലാനറ്റ്സ്, ഗാലക്സീസ് എല്ലാം ഈ യൂണിവേഴ്സ് എന്ന റോഡിൽ കൂടെ കിടന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില സാധനങ്ങൾ നമ്മുടെ എതിരെ വരുന്നു, ചില സാധനങ്ങൾ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിൽ റിലേറ്റീവ് മോഷനെ അർത്ഥമുള്ളൂ, റിലേറ്റീവ് സ്പീഡ്, റിലേറ്റീവ് വെലോസിറ്റിക്ക് അർത്ഥമുള്ളൂ. ആബ്സല്യൂട്ടായി ഒന്നുമില്ല, കാരണം എല്ലാം നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ പ്ലാനറ്റ്സും സ്റ്റാർസും ഗാലക്സീസും ഒക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിലൂടെയാണ്? സ്പേസിലൂടെയാണ്. ആൻഡ് സ്പേസ് എന്താണ്? സ്പേസ് ഒരു അലുവ പോലെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ സ്പേസ് എന്ന അലുവയ്ക്കകത്തൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ഒബ്ജക്ട്സ് ആണ് നമ്മുടെ പ്ലാനറ്റ്സും സ്റ്റാർസും ഗാലക്സീസും എല്ലാം. ഓക്കെ, സോ നമ്മൾ സ്പേസ്, നോൺ യൂക്ലിഡിയൻ ജോമെട്രി, റിലേറ്റീവ് മോഷൻ 3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. റിലേറ്റീവ് മോഷൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടെ മനസ്സിലാക്കണം. റെഫറൻസ് ഫ്രെയിംസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ച് കേട്ടാൽ ഡെഫിനറ്റ്ലി മനസ്സിലാവും. ന്യൂട്ടൺസ് 3rd ലോ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഭയങ്കര ഫേമസ് ആണ്. എവറി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. കൊള്ളാം, കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ന്യൂട്ടൻ്റെ 1st ലോ എന്താണ്? ന്യൂട്ടൻ്റെ 2nd ലോ എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ന്യൂട്ടൻ്റെ 3rd ലോനെക്കാളും ഫാർ മോർ ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂട്ടൻ്റെ 1st ലോയും 2nd ലോയും. ന്യൂട്ടൻ്റെ 1st ലോ പറയുന്നത് an object at rest will remain at rest and an object moving at a constant velocity will remain at the same velocity unless an external force acts on it. അതായത് ഞാനൊരു ടേബിളിൽ ഒരു ബോൾ വയ്ക്കുക. ഈ ബോൾ അനങ്ങുന്നില്ല, ഇറ്റ് ഇസ് അറ്റ് റെസ്റ്റ്. ഈ ബോൾ അനങ്ങി തുടങ്ങണമെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. ഒന്നെങ്കിൽ ഞാൻ ഈ ബോളിനെ തള്ളണം, അല്ലെങ്കിൽ ഒരു കാറ്റടിക്കണം. എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിലേ ഈ ബോൾ നീങ്ങി തുടങ്ങും. അതർവൈസ് ഇറ്റ് വിൽ കണ്ടിന്യൂ ടു റിമെയിൻ അറ്റ് റെസ്റ്റ്. അതുപോലെ തന്നെ ഞാൻ ഈ ബോളിനെ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ തള്ളി 10 km/h ബോളിനെ ഉരുട്ടി വിട്ടു.
നൗ ഈ ബോൾ ഉരുണ്ടോണ്ടേയിരിക്കും 10 km/h അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് സ്റ്റോപ്സ് ഇറ്റ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും അങ്ങനെയല്ലല്ലോ, ഞാനൊരു ബോൾ ഉരുട്ടി വിടുകയാണെങ്കിൽ പതുക്കെ അത് സ്ലോ ആയി ഉരുണ്ട് നിൽക്കുമല്ലോ. നോ, അത് സംഭവിക്കുന്നത് ആക്ച്വലി ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉള്ളതുകൊണ്ട്. ഫ്രിക്ഷൻ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ആ ബോൾ തറയിൽ കിടന്ന് ഉരുളുമ്പോൾ അല്ലെങ്കിൽ ടേബിളിൽ കിടന്ന് ഉരുളുമ്പോൾ ബോളും ടേബിളിൻ്റെ ഇടയിൽ ഫ്രിക്ഷൻ ഉണ്ട്. ആ ഫ്രിക്ഷൻ കാരണമാണ് ബോൾ നിൽക്കുന്നത്. ആ ഫ്രിക്ഷൻ എടുത്ത് മാറ്റുകയാണെങ്കിൽ ബോൾ ഇങ്ങനെ ഉരുണ്ടോണ്ടേയിരിക്കും 10 km/h. ഇതുകൊണ്ടാണ് നിങ്ങൾ ഔട്ടർ സ്പേസിൽ പോയിട്ട് നിങ്ങളൊരു കല്ല് എറിയുകയാണെങ്കിൽ ആ സെയിം സ്പീഡിൽ കല്ലിങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും എന്തെങ്കിലും ചെന്ന് ഇടിക്കുന്നത് വരെ. സോ ഇതാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ പറയുന്നത്. ഒരു സാധനം അനങ്ങാതിരിക്കുകയാണെങ്കിൽ അതിനെ അനക്കി തുടങ്ങണമെങ്കിൽ എന്തെങ്കിലും ഒരു ഫോഴ്സ് വേണം. അതുപോലെ തന്നെ ഒരു സാധനം കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഇങ്ങനെ നീങ്ങുകയാണെങ്കിൽ അത് ആ വെലോസിറ്റിയിൽ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഡയറക്ഷൻ മാറ്റണമെങ്കിലോ അതിൻ്റെ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. ഇതാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ യൂണിവേഴ്സിലെ എല്ലാ പ്ലാനറ്റ്സും സ്റ്റാർസും ഗാലക്സീസും എല്ലാം സ്പേസ് എന്ന ഈ അലുവെ കൂടി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ഓർക്കണം, ഈ ഔട്ടർ സ്പേസിൽ ഈ പ്ലാനറ്റ്സിൻ്റെ സ്റ്റാർസിൻ്റെ ഗാലക്സീസിൻ്റെ ഒന്നും പുറത്ത് ഒരു ഫോഴ്സും ഇല്ല. നമ്മൾ ഔട്ടർ സ്പേസിൽ കല്ലെറിയുന്ന പോലെ ഈ സാധനത്തിൻ്റെ ഒന്നും പുറത്ത് ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്ലാനറ്റ്സും സ്റ്റാർസും ഗാലക്സീസും എല്ലാം സെയിം വെലോസിറ്റിയിൽ സ്ട്രെയിറ്റ് ലൈനിലാണ് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. ഈ സ്പേസ് എന്ന അൽവയിലൂടെ അങ്ങനെയാണ് നീങ്ങുന്നത്. കാരണം ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ല. ഇപ്പോൾ ഒരു പ്ലാനറ്റ് പോയി വേറൊരു പ്ലാനറ്റ് ഇടിച്ചാൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്. പക്ഷേ സാധനങ്ങൾ തമ്മിൽ ഇടിക്കാത്തടത്തോളം കാലം ഇതുങ്ങളൊന്നും തമ്മിൽ ഒരു ഫോഴ്സും ഇല്ല. സോ ഇതെല്ലാം സ്ട്രെയിറ്റ് ലൈനിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ നീങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മളൊരു ഫ്രിക്ഷൻ ഇല്ലാത്ത ടേബിളിൽ ബോൾ ഉരുട്ടി വിടുന്ന പോലെ അല്ലെങ്കിൽ ഔട്ടർ സ്പേസിൽ കല്ല് എറിയുന്ന പോലെ സെയിം വെലോസിറ്റിയിൽ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും, പക്ഷെ അങ്ങനെ അല്ലല്ലോ, ഭൂമി സ്ട്രെയിറ്റ് ലൈൻ അല്ലല്ലോ പോകുന്നത്, സൂര്യന് ചുറ്റും ഇങ്ങനെ ഓർബിറ്റ് ചെയ്യല്ലേ, കിടന്ന് കറങ്ങല്ലേ, അത് സ്ട്രെയിറ്റ് ലൈൻ അല്ലല്ലോ, ഗ്രാവിറ്റി എന്നൊരു ഫോഴ്സ് ഇല്ലേ. വെയിറ്റ്, ഗ്രാവിറ്റിയെ പറ്റി ഇപ്പം ചിന്തിക്കേണ്ട. ഗ്രാവിറ്റി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. ഗ്രാവിറ്റി എന്ന ഫോഴ്സ് എടുത്ത് കളയുക. ഗ്രാവിറ്റിയെ നമ്മൾ എടുത്ത് കളഞ്ഞാൽ ഔട്ടർ സ്പേസിൽ ഒരു ഫോഴ്സും ഇല്ല. ഒരു ഫോഴ്സും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഔട്ടർ സ്പേസിൽ കല്ലെറിയുമ്പോൾ കല്ല് ഒരേ വെലോസിറ്റിയിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന പോലെയാണ് ഈ പ്ലാനറ്റ്സും സ്റ്റാർസും ഗാലക്സീസും എല്ലാം നീങ്ങുന്നത്. ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ സ്പേസ് എന്ന അലുവയിലൂടെ ഈ ഒബ്ജക്ട്സ് എല്ലാം നീങ്ങുകയാണ്. ഓക്കെ, സോ നമ്മൾ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ മനസ്സിലാക്കി. ഇനി നമുക്ക് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിലേക്ക് വരാം. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പറയുന്നത് ഒരു സാധനം ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തേ തീരൂ. ആൻഡ് ദ ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ്. അതായത് നമുക്കൊരു സാധനത്തിനെ അനക്കി തുടങ്ങണമെങ്കിലോ അതിൻ്റെ വെലോസിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ, ബേസിക്കലി ഒരു സാധനത്തിനെ ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തേ തീരും. ഇറ്റ് ഇസ് വെരി സിമിലർ ടു ദ ഫസ്റ്റ് ലോ, പക്ഷേ ഇറ്റ് ലീഡ്സ് അസ് ടു ദ മാത്തമാറ്റിക്കൽ ഫോർമുല F=ma, ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഓക്കെ, സോ ലെറ്റ് us റീക്യാപ്പ്. ന്യൂട്ടൺസ് ലോസ് അനുസരിച്ച് ഒരു സാധനത്തിനെ അനക്കി തുടങ്ങണമെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണോ ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തേ പറ്റൂ. ഫോഴ്സ് അപ്ലൈ ചെയ്യാത്ത അടുത്തോളം കാലം സാധനങ്ങൾ ഒന്നെങ്കിൽ റെസ്റ്റിലായിരിക്കും, അനങ്ങാതിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. ഔട്ടർ സ്പേസിൽ പ്ലാനറ്റ്സിൻ്റെയും സ്റ്റാർസിൻ്റെയും ഗാലക്സീസിൻ്റെ ഒന്നും പുറത്ത് ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവയെല്ലാം ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ സ്ട്രെയിറ്റ് ലൈനിൽ നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് സ്പേസിലൂടെ. ഇത്രയും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്കിനി ഒരു കാര്യം കൂടെ ഡിസ്കസ് ചെയ്യാം. അതും കൂടെ നിങ്ങൾക്ക് മനസ്സിലായ പിന്നെ നിങ്ങൾക്ക് റിലേറ്റിവിറ്റി പുഷ്പം പോലെ പിടികിട്ടും. ഇറ്റ്സ് കോൾഡ് ഇനേർഷ്യൽ ആൻഡ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് മനസ്സിലായാൽ പിന്നെ റിലേറ്റിവിറ്റി ഭയങ്കര എളുപ്പമാണ്. ഒരു ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് അനങ്ങാതെ നിൽക്കുന്നതോ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ നീങ്ങുന്നതോ ആയ ഒരു സാധനമാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ അനങ്ങാതെ നിൽക്കുകയാണ്. ഇപ്പം ഞാനൊരു ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. അല്ലെങ്കിൽ ഞാനൊരു കോൺസ്റ്റന്റ് വെലോസിറ്റി 30 km/h കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോകുന്ന ഒരു കാറിൽ ഇരിക്കുകയാണെങ്കിൽ ആക്സിലറേറ്റ് ചെയ്യാൻ പാടില്ല, സ്പീഡ് കുറയാനോ കൂടാനോ പാടില്ല. എക്സാക്ട് 30 km/h പോകുന്ന ഒരു കാറിൽ ഇരിക്കുകയാണെങ്കിൽ ഞാനൊരു ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. നമ്മൾ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയിൽ പഠിച്ചു, ഒരു സാധനം അനങ്ങാതെ നിൽക്കുകയാണ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ പുറത്തൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ പുറത്ത് നെറ്റ് ഫോഴ്സ് 0 ആണ്. ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിന് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് പ്രത്യേകതയും കൂടെയുണ്ട്. നമ്മളൊരു ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലാണെങ്കിൽ നമുക്കൊരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല നമ്മളാണോ നീങ്ങുന്നത്, നമ്മുടെ ചുറ്റുപാടാണോ നീങ്ങുന്നതെന്ന്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എക്സാക്ട്ലി 30 km/h പോകുന്നൊരു കാറിലിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മൾ മുന്നോട്ട് പോകണമെന്ന്, അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മൾ അനങ്ങാൻ നിൽക്കുക, നമ്മുടെ ചുറ്റുപാടാണ് 30 km/h ബാക്കിലോട്ട് പോകുന്നതെന്ന്. ഇത് രണ്ടും തമ്മിൽ നമുക്ക് വേർതിരിക്കാൻ സാധിക്കില്ല. രണ്ടും എസൻഷ്യലി സെയിം ആണ്.
നമുക്കറിയാം റോഡ് ഒബ്വിയസ്ലി ബാക്കിലോട്ട് പോകില്ല എന്ന്, ബട്ട് സ്റ്റിൽ ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസ് ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല. നമ്മൾ മുമ്പോട്ട് നീങ്ങുന്നതും ചുറ്റുപാട് ബാക്കിലോട്ട് നീങ്ങുന്നതും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അല്ലെങ്കിൽ ഒരു ബെറ്റർ എക്സാമ്പിൾ പറയാം, നമുക്കൊക്കെ ഇത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ട്രെയിനിൽ കിടന്ന് ഉറങ്ങായിരിക്കും, ട്രെയിൻ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോകായിരിക്കും. നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കുമ്പോൾ ജനലിൽ കൂടെ നോക്കുമ്പോൾ ചുറ്റും ഇരുട്ട്, ആകെ ഓപ്പോസിറ്റ് ഒരു ട്രെയിൻ കാണാം. ആൻഡ് ആ ട്രെയിൻ ഇങ്ങനെ നീങ്ങുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ ഉറങ്ങി എണീറ്റാണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ, ഞാനാണോ നീങ്ങുന്നത്, അതോ ഞാൻ അനങ്ങാതെ നിന്നിട്ട് ഓപ്പോസിറ്റ് ട്രെയിനാണോ നീങ്ങുന്നത്, അതോ ഞാനും ട്രെയിനിൽ രണ്ടുപേരും നീങ്ങുന്നുണ്ടോ. ബേസിക്കലി നമുക്ക് രണ്ടും തമ്മിൽ വേർതിരിക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഒരു ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, എന്താണ് ഒരു ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്? ഒന്നെങ്കിൽ അനങ്ങാതെ നിൽക്കുന്ന സാധനം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ നീങ്ങുന്ന സാധനം. നമ്മളൊരു ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലാണെങ്കിൽ നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല നമ്മളാണോ നീങ്ങുന്നത്, നമ്മുടെ ചുറ്റുപാടാണോ നീങ്ങുന്നതെന്ന്. ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല, നമ്മൾ നീങ്ങുന്നതും ചുറ്റുപാട് നീങ്ങുന്നതും തമ്മിൽ. ഓക്കെ, ഓൺ ദി അതർ ഹാൻഡ് ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ആക്സലറേറ്റ് ചെയ്യുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. അതായത് അതിൻ്റെ വെലോസിറ്റി കൂടുകയോ കുറയുകയോ ചെയ്യും. ഒരു സാധനം ആക്സലറേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പുറത്ത് എന്തോ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണമല്ലോ, അതാണ് ന്യൂട്ടൺ സെക്കൻഡിലോ. അതുകൊണ്ട് തന്നെ ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ പുറത്ത് എന്തോ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലാണ് നമ്മളെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും നമ്മളാണ് നീങ്ങുന്നത്, അല്ല ചുറ്റുപാടല്ല നീങ്ങുന്നതെന്ന്. ഫോർ എക്സാമ്പിൾ, നമ്മൾ 20 km/h പോകുന്ന കാർ ഇരിക്കുകയാണ്. കാർ പെട്ടെന്ന് ആക്സലറേറ്റ് ചെയ്തു 20 to 40. കാർ ആക്സലറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ കാർ ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ആൻഡ് കാർ ആക്സലറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് തെറിച്ച് ബാക്കിലോട്ട് പോകും, സീറ്റിൽ ബാക്കിലോട്ട് പ്രസ് ആവും. അപ്പം നമുക്കറിയാം നമ്മളാണ് നീങ്ങിയത്, അല്ല ചുറ്റുപാട് ബാക്കിലോട്ട് നീങ്ങിയല്ല എന്ന്. ഇതാണ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. എന്താണ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്? ആക്സലറേറ്റ് ചെയ്യുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ്. ആക്സലറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ പുറത്ത് എന്തോ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മളൊരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലാണെങ്കിൽ നമുക്ക് എപ്പോഴും തിരിച്ചറിയാൻ കഴിയും നമ്മളാണ് നീങ്ങുന്നതെന്ന്. നമ്മൾ സീറ്റിൻ്റെ ബാക്കിലോട്ട് പ്രസ് ആവും, അല്ലെങ്കിൽ നമ്മുടെ പുറത്ത് എന്തെങ്കിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും, നമുക്ക് തിരിച്ചറിയാൻ കഴിയും നമ്മളാണ് നീങ്ങുന്നത്, ചുറ്റുപാടല്ല ബാക്കിലോട്ട് നീങ്ങുന്നതെന്ന്. സോ നിങ്ങൾക്ക് ഇനേർഷ്യലും നോൺ ഇനേർഷ്യലും ഫ്രെയിം ഓഫ് റെഫറൻസ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ക്ലിയർ ആയില്ലെങ്കിൽ പ്ലീസ് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് കണ്ടുനോക്കുക. ഫൈൻ, ഇതോടെ നമ്മൾ റിലേറ്റിവിറ്റി മനസ്സിലാക്കാനുള്ള ബേസിക്സിൻ്റെ 80% കഴിഞ്ഞു. ഇത്രയും ഞാൻ ഈ പറഞ്ഞ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ലോകത്തെ ഒരു 75% ആൾക്കാരെക്കാളും ബെറ്റർ ഫിസിക്സ് അറിയാം. ഞാൻ ഇതുവരെ പറഞ്ഞതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ റിവൈൻഡ് ചെയ്ത് ഡൗട്ടുള്ള പോർഷൻ ഒന്നുകൂടെ കാണുക. ഇത്രയും മനസ്സിലാക്കിയെങ്കിൽ ഇനി റിലേറ്റിവിറ്റി ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, സോ അസ്യൂമിങ് ദാറ്റ് നിങ്ങൾക്ക് ഞാൻ ഇത്രയും പറഞ്ഞത് ക്ലിയറായി, നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് 2 ചെറിയ ടോപ്പിക്കും കൂടെ കവർ ചെയ്തിട്ട് നമുക്ക് റിലേറ്റിവിറ്റിയെ പറ്റി തന്നെ ഡിസ്കസ് ചെയ്യാം. 2 സ്മോൾ ടോപ്പിക്സ്, ലൈറ്റും ഗ്രാവിറ്റിയും. ആദ്യം നമുക്ക് ലൈറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ലൈറ്റിനെ പറ്റി ഈ ഘട്ടത്തിൽ നമ്മൾ 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. 1, ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ഇസ് എ കോൺസ്റ്റൻറ്റ്. വാക്യൂമിൽ ലൈറ്റിൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്, 3 × 10⁸ m/s. യൂണിവേഴ്സിൻ്റെ ഏത് അറ്റത്ത് നിങ്ങൾ പോയാലും വാക്യൂമിൽ ലൈറ്റിൻ്റെ സ്പീഡ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. നോ, ഇത് എന്തുകൊണ്ട് ലൈറ്റിൻ്റെ സ്പീഡ് കോൺസ്റ്റൻറ്റ്? ഒരു കാറിൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ് അല്ലല്ലോ. നമുക്ക് ആക്സലറേറ്റ് ചെയ്ത് കാറിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. എനിക്ക് എൻ്റെ നടക്കുന്ന സ്പീഡ് എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുക. കൂടുതൽ എനർജി ഇട്ട് എനിക്ക് കൂടുതൽ സ്പീഡിൽ നടക്കാം, അല്ലെങ്കിൽ എനിക്ക് പതുക്കെ നടക്കാം. പക്ഷെ ലൈറ്റിന് ഇതൊന്നും പറ്റില്ല. ലൈറ്റിൻ്റെ വെലോസിറ്റി വാക്യൂമിൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, 3 × 10⁸ m/s. നോ, ഇതെന്തുകൊണ്ട് എന്നതിന് ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. പക്ഷേ ഞാൻ സിംപ്ലസ്റ്റ് എക്സ്പ്ലനേഷൻ തരാം. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ഒരു ഫേമസ് ഫിസിസിസ്റ്റ് ആയിരുന്നു. ഫിസിക്സിൽ ന്യൂട്ടൻ്റെ 3 laws ഓഫ് മോഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മാക്സ്വെൽസ് 4 ഇക്വേഷൻസ് ഓഫ് ഇലക്ട്രോഡൈനാമിക്സ്. ഇതാണ് ആ 4 ഇക്വേഷൻസ്. ഈ 4 ഇക്വേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ ഈ 4 ഇക്വേഷൻസ് കാണിച്ചെന്തെന്ന് വെച്ചാൽ, ഈ ഇക്വേഷൻസിൽ നിന്ന് നമുക്ക് ലൈറ്റിൻ്റെ സ്പീഡ് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഈ ഇക്വേഷൻസിൽ നിന്ന് നമുക്ക് കിട്ടും ലൈറ്റിൻ്റെ സ്പീഡ് ഈക്വൽസ് 1/√of μ0 ε0. ഇതിൽ μ0 ഉം ε0 വാക്യൂമിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. രണ്ടും കോൺസ്റ്റൻസ് ആണ്, പെർമിയബിലിറ്റി ആൻഡ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. μ0ൻ്റെയും ε0ൻ്റെയും വാല്യൂ യൂണിവേഴ്സിൽ ഫിക്സ്ഡ് ആണ്. ആൻഡ് ലൈറ്റിൻ്റെ സ്പീഡ് ഇതിൽ രണ്ടിൽ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ സ്പീഡും കോൺസ്റ്റൻ്റ് ആണ്. ലൈറ്റിൻ്റെ സ്പീഡ് ഒരിക്കലും മാറില്ല. നിങ്ങളൊരു ടോർച്ച് എടുത്തുകൊണ്ട് ഓടിയാലും ലൈറ്റിൻ്റെ സ്പീഡ് മാറില്ല. നിങ്ങളൊരു ടോർച്ച് എടുത്ത് വീശിയാലും, നിങ്ങൾ എന്ത് ചെയ്താലും ലൈറ്റിൻ്റെ സ്പീഡ് മാറില്ല. ലൈറ്റിൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്. ലൈറ്റിൻ്റെ സ്പീഡ് ഇൻ വാക്യൂം ഇസ് 3 × 10⁸ m/s ആൻഡ് ഇറ്റ്സ് എ കോൺസ്റ്റൻ്റ്. 2, നത്തിങ് ക്യാൻ മൂവ് ഫാസ്റ്റർ ദാൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ്. യൂണിവേഴ്സിന് ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്.
യൂണിവേഴ്സിൽ ഒരു സാധനത്തിനും ലൈറ്റിൻ്റെ വാക്യൂം സ്പീഡിനേക്കാൾ ഫാസ്റ്ററായി ട്രാവൽ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്തുകൊണ്ട് ഞാൻ ഒരു സ്പേസ് ഷിപ്പ് കയറി ആക്സിലറേറ്റർ അങ്ങ് ചവിട്ടി വെച്ചു, ചവിട്ടി സ്പീഡ് കൂടി ഏതെങ്കിലും ഒരു പോയിന്റിൽ ലൈറ്റിൻ്റെ സ്പീഡും കഴിഞ്ഞ് പോയില്ലേ? ഇല്ല. നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും, ലൈറ്റിൻ്റെ സ്പീഡ് അടുക്കും തോറും നിങ്ങൾ ആക്സിലറേറ്റർ എത്ര ചവിട്ടിയാലും, നിങ്ങളുടെ എക്സ്പ്രഷൻ എത്ര ഡിറ്റർമിൻഡ് ആയാലും, എത്ര ഫ്യൂല് കത്തിച്ചാലും നിങ്ങൾ ലൈറ്റിൻ്റെ സ്പീഡ് എത്തില്ല. ലൈറ്റിൻ്റെ സ്പീഡ് അടുക്കും തോറും കൂടുതൽ ഫ്യൂല് കത്താൻ തുടങ്ങും. നിങ്ങൾക്ക് കൂടുതൽ എനർജി വേണം. പക്ഷെ ഒരിക്കലും ലൈറ്റിൻ്റെ സ്പീഡ് എത്തില്ല. സ്പീഡ് വേഴ്സസ് എനർജി ഗ്രാഫ് എടുത്താൽ അതിങ്ങനെ ഇരിക്കും. അതായത് ലൈറ്റിൻ്റെ സ്പീഡ് അടുക്കും തോറും നമ്മൾ സ്പീഡ് കൂട്ടണമെങ്കിൽ കൂടുതലും എനർജി കൺസ്യൂം ചെയ്യേണ്ടി വരും. ആൻഡ് ഒരു പോയിന്റിൽ എത്ര എനർജി കൺസ്യൂം ചെയ്താലേ ലൈറ്റിൻ്റെ സ്പീഡ് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. സോ നമ്മൾ ലൈറ്റിനെ പറ്റി എന്തൊക്കെയാണ് പഠിച്ചത്? 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. ഒന്ന്, ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ഇസ് എ കോൺസ്റ്റന്റ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. 2, നത്തിങ് ക്യാൻ മൂവ് ഫാസ്റ്റർ ദൻ ലൈറ്റ്. സോ ലൈറ്റിനെയും പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഒരൊറ്റ കാര്യം കൂടെ അറിഞ്ഞാൽ മതി. റിലേറ്റിവിറ്റിയുടെ ബേസിക്സ് കഴിഞ്ഞു. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇറ്റ്സ് കോൾഡ് ഗ്രാവിറ്റി. ഗ്രാവിറ്റി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ന്യൂട്ടൺ പറഞ്ഞിട്ടുണ്ട് ഗ്രാവിറ്റി ഒരു ഫോഴ്സാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ന്യൂട്ടൺ ഗ്രാവിറ്റി എന്താണെന്ന് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല. ന്യൂട്ടൻ്റെ എക്സ്പ്ലനേഷൻ കുറച്ച് റിഡണ്ടൻ്റ്. ഗ്രാവിറ്റി ഒരു ഫോഴ്സാണ്. ഓക്കെ, ഗ്രാവിറ്റി എന്തുകൊണ്ടാണ് ഒരു ഫോഴ്സ് ആവുന്നത്? ഗ്രാവിറ്റി പുൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗ്രാവിറ്റി എന്തുകൊണ്ടാണ് പുൾ ചെയ്യുന്നത്? ഗ്രാവിറ്റി ഫോഴ്സ് ആയതുകൊണ്ട്. ഓക്കെ, പക്ഷേ ഗ്രാവിറ്റി എന്തുകൊണ്ടാണ് ഫോഴ്സ് ആവുന്നത്? ഗ്രാവിറ്റി പുൾ ചെയ്യുന്നുണ്ട്. പ്രതി സൂൺ നമുക്ക് മനസ്സിലായി ഇതൊരു ഇൻഫിനിറ്റ്ലി ഒരു റിഡണ്ടൻ്റ് എക്സ്പ്ലനേഷൻ. ഗ്രാവിറ്റി ഫോഴ്സ് ആയത് ഗ്രാവിറ്റി പുൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഗ്രാവിറ്റി പുൾ ചെയ്യുന്നത് എന്തുകൊണ്ട്? ഗ്രാവിറ്റി ഫോഴ്സ് ആയതുകൊണ്ട്. ഗ്രാവിറ്റി എന്താണ് എന്ന് ന്യൂട്ടൺ ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നില്ല. ആൻഡ് ഇത് ന്യൂട്ടൺ തന്നെ അറിയായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ബട്ട് ഹിതർടു ഐ ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു ഡിസ്കവർ ദ കോസ് ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രാവിറ്റി ഫ്രം എനി ഫിനോമിന ആൻഡ് ഐ ഫ്രെയിം നോ ഹൈപ്പോത്തസിസ്. സോ ന്യൂട്ടണ് ഗ്രാവിറ്റി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ആൻഡ് ന്യൂട്ടണ് മാത്രമല്ല, അടുത്തൊരു 100-300 വർഷത്തേക്ക് ഒരു സയൻറ്റിസ്റ്റിനും ഗ്രാവിറ്റി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഗ്രാവിറ്റിക്ക് വളരെ ബേസിക്കായ ചില കുഴപ്പങ്ങളുണ്ട്. നമുക്കിനി അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഫിസിക്സിൽ 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് ആണ് ഉള്ളത്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ഫോഴ്സ്, വീക്ക് ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമ്മൾ റിയൽ ലൈഫിൽ എൻകൗണ്ടർ ചെയ്യുന്ന ഒട്ടുമിക്ക ഫോഴ്സസും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ഇടി, അടി, ചവിട്ട്, ഉന്ത്, തള്ള് എല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ്. സ്ട്രോങ് ഫോഴ്സും വീക്ക് ഫോഴ്സും എന്ന് പറയുന്നത് ഒരു അറ്റോമിക് ലെവലിലുള്ള ഫോഴ്സസ് ആണ്. ഈ 3 ഫോഴ്സും, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ഫോഴ്സ്, വീക്ക് ഫോഴ്സ്, ഈ 3 ഫോഴ്സിനും ആക്ട് ചെയ്യാൻ പറ്റുന്ന റേഞ്ചിന് ഒരു പരിധിയുണ്ട്. ആൻഡ് ഈ ഫോഴ്സസിനെ നമുക്ക് കണ്ടെയ്ൻ ചെയ്ത് വെക്കാനും പറ്റും, അടക്കി നിർത്താനും പറ്റും. പക്ഷെ ഗ്രാവിറ്റി അങ്ങനെയല്ല. ഗ്രാവിറ്റിക്ക് എക്സേർട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻഫ്ലുവൻസിന് ഒരു പരിധിയില്ല. 1000 ലൈറ്റ് ഇയർ അകലെയുള്ള ഒരു സ്റ്റാറിന് വരെ എൻ്റെ പുറത്ത് ഗ്രാവിറ്റി എക്സേർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഗ്രാവിറ്റി നമുക്ക് ഒരിക്കലും തടയാൻ സാധിക്കില്ല. ഇതാണ് ഗ്രാവിറ്റിയുടെ നമ്പർ 1 പ്രോബ്ലം. നമ്പർ 2 പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ, ഗ്രാവിറ്റി ഈസ് എക്സ്ട്രീംലി വീക്ക്. ഗ്രാവിറ്റി ഭയങ്കര വീക്കാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്താൽ മതി. നമ്മൾ ഒരു ആണി തറയിലിടുക, എന്നിട്ടൊരു ചെറിയ മാഗ്നറ്റ് എടുത്ത് ആണിയുടെ മുകളിൽ വയ്ക്കുക. ഒരു പോയിന്റിൽ പതുക്കെ ആണി പൊങ്ങി മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങും. അതായത് ഭൂമി ആ ആണിയിൽ എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ കൂടുതൽ ഒരു മാഗ്നറ്റ് ആ ആണിയുടെ പുറത്ത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് വീക്കാണ് ഗ്രാവിറ്റി. മൂന്നാമത്തെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് ഡിഫറെൻ്റ് ഓൺ ഡിഫറെൻറ്റ് മാസസ്. നിങ്ങൾ ഒരു ചുറ്റികയും ഒരു തൂവലും എടുത്ത് താഴെ ഇട്ടാൽ ഓബ്വിയസ്ലി ചുറ്റിക ആദ്യം വീഴും, തൂവൽ പതുക്കെ വീഴും. പക്ഷേ ഇതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, ഭൂമിയിൽ ഇത്ര എയർ ഉണ്ട്, നമ്മുടെ അറ്റ്മോസ്ഫിയർ തിക്കാണ്, ഇത്ര എയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ എയർ തൂവലിനെ ഇങ്ങനെ മുകളിലോട്ട് പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ചുറ്റികയ്ക്ക് ആ പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എയർ ഇല്ലാത്തൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ മൂണിൻ്റെ സർഫസിൽ പോയിട്ട് ഒരു തൂവലും ഒരു ചുറ്റികയും ഡ്രോപ്പ് ചെയ്താൽ രണ്ടും സെയിം ടൈം തന്നെ താഴെ ലാൻഡ് ചെയ്യും. നിങ്ങൾ മൂണിൽ പോയിട്ട് ഒരു ടിവിയും ഒരു ചുറ്റികയും ഒരു തൂവലും സെയിം ടൈം ഡ്രോപ്പ് ചെയ്താൽ രണ്ടും എക്സാക്ട്ലി സെയിം ടൈം തന്നെ താഴെ ലാൻഡ് ചെയ്യും. ഇത് ചെറിയ പ്രശ്നമുള്ളൊരു കാര്യമാണ്. ഗ്രാവിറ്റി ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആയിരുന്നെങ്കിൽ, മൂണിൻ്റെ നടുക്കുന്ന് അല്ലെങ്കിൽ എർത്തിൻ്റെ നടുക്കുന്ന് വലിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ, അത് ഈ 3 സാധനങ്ങളെയും ഡിഫറെൻറ്റ് റേറ്റ്സിലാണ് വലിക്കേണ്ടത്. തൂവലിൻ്റെ വെയിറ്റ് വളരെ കുറവാണല്ലോ, അതിൻ്റെ പുറത്ത് ഇത്രയും ഗ്രാവിറ്റി, മൂണിൻ്റെ ഇത്രയും ഗ്രാവിറ്റി തൂവലിനെ വളരെ സ്പീഡിൽ താഴെ എത്തിക്കണം. ടി വിയുടെ വെയിറ്റ് ഭയങ്കര കൂടുതലാണോ, അല്ലെങ്കിൽ ചുറ്റിയുടെ വെയിറ്റ് കൂടുതലാണോ, ഇത്രയും വെയിറ്റ് ഉള്ള ഒരു ടി വിയെ അതിന് പതുക്കെ താഴോട്ട് വലിക്കാൻ പറ്റുമോ അത്രയും ഫോഴ്സ് ഇട്ട്? തൂവലിന് അത്രയും വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വലിക്കാൻ സാധിക്കണം. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഗ്രാവിറ്റിക്ക് എങ്ങനെയോ അറിയാം മാസ് അനുസരിച്ച് എങ്ങനെ വലിക്കണമെന്ന്. ടി വിക്ക് ഭയങ്കര വെയിറ്റ് ആണ്, അതുകൊണ്ട് ഞാൻ നല്ലപോലെ വലിക്കാം. ചുറ്റിയേക്ക് അത്രയും വെയിറ്റ് ഇല്ല, അതുകൊണ്ട് കുറച്ചുകൂടെ കുറച്ച് ഫോഴ്സ് ഇട്ട് വലിക്കാം.
തൂവലിന് തീരെ വെയിറ്റ് ഇല്ല, അതുകൊണ്ട് ഇത്തിരി ഫോഴ്സ് ഇട്ട് വലിച്ചാൽ മതി. അങ്ങനെ ഫോഴ്സ് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാത്തിനെയും സെയിം ടൈം താഴെ ലാൻഡ് ചെയ്യിക്കും. ഭൂമിയിൽ അതുപോലെ തന്നെ നമ്മൾ തൂവൽ എടുക്കണമെന്ന് വിചാരിക്കാം. ഒരു ബാസ്കറ്റ് ബോളും ഒരു ഇരുമ്പ് ബോളും എടുത്ത് ഒരു ടവറിൻ്റെ മണ്ടേ താഴെ ഇട്ടാൽ രണ്ട് സെയിം ടൈം തന്നെ താഴെ ലാൻഡ് ചെയ്യും. ഇരുമ്പ് ബോളിന് ബാസ്കറ്റ് ബോളിനെക്കാട്ടിലും വെയിറ്റ് ആണ്. ആൻഡ് ഭൂമിക്ക് അത് എങ്ങനെയോ അറിയാം, അത്രയും കൂടുതൽ വെയിറ്റ് ഉള്ള സാധനമില്ല, അതുകൊണ്ട് അതിനെ കൂടുതൽ ഫോഴ്സ് ഇട്ട് വലിക്കാം. ബാസ്കറ്റ് ബോളിന് അത്ര വെയിറ്റ് ഇല്ല, അതുകൊണ്ട് കുറച്ച് ഫോഴ്സ് ഇട്ട് വലിച്ചാൽ മതി. ഇതെങ്ങനെ അറിയാം ഭൂമിക്ക്? ആൻഡ് ഈ കേസ് മാത്രമല്ല, ഇപ്പൊ മൂൺ എർത്തിന് ചുറ്റും കിടന്ന് ഓർബിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം ഞാൻ മൂണിനെ പിടിച്ച് മാറ്റി നിങ്ങളെ പിടിച്ച് അവിടെ ഇരുത്തിയാൽ നിങ്ങൾ എക്സാക്ട്ലി മൂൺ കറങ്ങുന്ന പോലെ തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഇതെങ്ങനെ ശരിയാവും? ഭൂമിക്ക് എങ്ങനെ അറിയാം? ഓക്കെ, മൂണിന് നല്ല ഭാരമുണ്ട്, മൂണിന് നല്ല ഭാരം ഉള്ളതുകൊണ്ട് മൂണിനെ നല്ല ശക്തിയായിട്ട് ഞാൻ പിടിച്ചു വെക്കാം. അതിന് മൂണിന് ഭാരം ഞാൻ നിങ്ങളെ പിടിച്ചിരുത്തിയാൽ എർത്ത് നോക്കിയിട്ട് പറയാമോ നിങ്ങൾക്ക് അത്രയും ഭാരമില്ല, നിങ്ങൾ ഇത്തിരി ഫോഴ്സ് ഇട്ട് വലിച്ചാൽ മതി. എങ്ങനെയോ ആ ഫോഴ്സ് ബാലൻസ് ചെയ്ത് എല്ലാ സാധനത്തിനും ഒരുപോലെ നീങ്ങിപ്പിക്കുന്നു. ഇതെന്തോ കുഴപ്പം പിടിച്ച കാര്യമാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ആവും. ഫൈനൽ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഗ്രാവിറ്റി ഈസ് ഫാസ്റ്റർ ദാൻ ലൈറ്റ്. ഇതാണ് ഗ്രാവിറ്റിയുടെ മെയിൻ പ്രോബ്ലം. ഗ്രാവിറ്റി ലൈറ്റിനെക്കാളും ഫാസ്റ്ററാണ്. നമ്മൾ ലൈറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ പഠിച്ചു ഒന്നിനും ലൈറ്റിനെക്കാളും ഫാസ്റ്ററായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് സംഹൗ ഗ്രാവിറ്റി ലൈറ്റിനെക്കാളും ഫാസ്റ്ററായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. സണ്ണും എർത്തും തമ്മിൽ 150 മില്യൺ കിലോമീറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലൈറ്റിന് സണ്ണിൽ നിന്ന് എർത്ത് വരെ ട്രാവൽ ചെയ്യാൻ 8 മിനിറ്റ് 30 സെക്കൻഡും എടുക്കും. അതായത് നിങ്ങളിപ്പോൾ സൂര്യനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണുന്ന ലൈറ്റ് ഇപ്പോൾ സൂര്യനിൽ നിന്ന് വന്ന ലൈറ്റ് അല്ല, 8 മിനിറ്റ് 30 സെക്കൻഡ് മുമ്പ് സൂര്യനിൽ നിന്ന് വന്ന ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ സൂര്യൻ നശിപ്പിച്ചു എന്ന് വിചാരിച്ചോ, സൂര്യൻ അവിടെ ഇല്ല. 8 മിനിറ്റ് 30 സെക്കൻഡത്തേക്ക് നിങ്ങൾ ലൈറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. 8 മിനിറ്റ് 30 സെക്കൻഡ് ആയിട്ടേ സൂര്യൻ പോയി ഇരുട്ടായിരുന്നു നമ്മൾ തിരിച്ചറിയും. പക്ഷേ സൂര്യനെ ഇപ്പോൾ എടുത്ത് കളയുകയാണെങ്കിൽ ഭൂമി ഓൺ ദ സ്പോട്ട് ആ എക്സാക്ട് മൊമെന്റിൽ സൂര്യനെ കറങ്ങി നിർത്തിയിട്ട് വേറെ ഡയറക്ഷനിൽ പോകും. അതായത് ഗ്രാവിറ്റി ഇൻസ്റ്റന്റ് ഓപ്പറേറ്റ് ചെയ്തു, പക്ഷെ ലൈറ്റിന് 8 മിനിറ്റ് 30 സെക്കൻഡ് എടുത്തു. ഇതാണ് ഗ്രാവിറ്റിയുടെ മെയിൻ പ്രോബ്ലം. ഗ്രാവിറ്റി ആസ് എ ഫോഴ്സ് ലൈറ്റിനെക്കാട്ടിലും ഫാസ്റ്റർ ആകുന്നു. സയന്റിസ്റ്റ് വർഷങ്ങളോളം ഈ പ്രോബ്ലംസിനെല്ലാം കൺവീനിയൻ്റ്ലി ഇഗ്നോർ ചെയ്തു. ന്യൂട്ടന്റെ ഫോർമുല ഉണ്ടല്ലോ, ന്യൂട്ടന്റെ ഫോർമുല വെച്ച് ഗ്രാവിറ്റിയെ പറ്റിയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്കറിയാം. പിന്നെ ഗ്രാവിറ്റി ഇപ്പോൾ ഫോഴ്സ് ആയാലും ഇത് ഫോഴ്സ് അല്ലെങ്കിലും ഒരു സയൻറ്റിസ്റ്റിനെ മാത്രം ഗ്രാവിറ്റിയുടെ പ്രശ്നങ്ങളെ ഇഗ്നോർ ചെയ്യാൻ സാധിച്ചില്ല. ഗ്രാവിറ്റി ഫിസിക്സിൻ്റെ ഫണ്ടമെൻ്റൽ ലോസിനെ തെറ്റിക്കുന്നത് അയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അയാൾ ഗ്രാവിറ്റി ഒരു ഫോഴ്സ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അയാൾ പുതിയൊരു തിയറി കണ്ടുപിടിച്ചു. ആ തിയറി ഫിസിക്സിനെ റെവല്യൂഷനൈസ് ചെയ്തു. ആ തിയറിയാണ് തിയറി ഓഫ് റിലേറ്റിവിറ്റി. അത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റാണ് ഡോക്ടർ ആൽബർട്ട് ഐൻസ്റ്റൈൻ. ഓക്കെ, സോ ഇനിയാണ് നമ്മൾ റിലേറ്റിവിറ്റിയിലേക്ക് കടക്കാൻ പോകുന്നത്. പക്ഷേ റിലേറ്റിവിറ്റിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വേണമല്ലോ, അത് മറന്നു പോകാൻ പാടില്ല. എന്നാൽ പിന്നെ റിലേറ്റിവിറ്റി പറയുന്നത് വീണ്ടും മനസ്സിലാവില്ല. സോ നമുക്ക് 1 മിനിറ്റിൽ ക്വിക്കായിട്ട് ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്യാം. അപ്പം നിങ്ങളുടെ ഡൗട്ട്സും എൻ്റെ കൂടെ ക്ലിയർ ആവും. നമ്മൾ തുടങ്ങിയത് സ്പേസിൽ നിന്നാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തു സ്പേസ് ഒരു ഫിസിക്കൽ തിങ് ആണ്. ഒരു അലുവ പോലെയോ ജെല്ലി പോലെയോ, ഒരു അലുവ പോലെയോ ജെല്ലി പോലെയോ സ്പേസിന് കോൺട്രാക്ട് ചെയ്യാൻ പറ്റും, സ്പേസിന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, സ്പേസിന് ബെൻഡ് ചെയ്യാനും പറ്റും. സ്പേസിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് സ്പേസ് ബെൻഡ് ചെയ്താൽ, അലുവയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അലുവ ബെൻഡ് ചെയ്താൽ ആ സ്ട്രെയിറ്റ് ലൈനും അതനുസരിച്ച് ബെൻഡ് ആവും. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് നോൺ യൂക്ലിഡിയൻ ജോമെട്രിയാണ്. നോൺ യൂക്ലിഡിയൻ ജോമെട്രി എന്ന് പറയുന്നത് ഫ്ലാറ്റ് പീസ് ഓഫ് പേപ്പറിൽ വരയ്ക്കുന്നതിന് പകരം ഉരുണ്ടതോ വളഞ്ഞതോ ആയ സർഫസുകളിൽ വരയ്ക്കുന്ന ജോമെട്രിയാണ്. നോൺ യൂക്ലിഡിയൻ ജോമെട്രിയിൽ യൂക്ലിഡിന്റെ പല പ്രോപ്പർട്ടീസും ഹോൾഡ് ചെയ്യില്ല. അതായത് പാരലൽ ലൈൻസ് മീറ്റ് ചെയ്യാതിരിക്കണമെന്നില്ല. പാരലൽ ലൈൻസ് പലപ്പോഴും മീറ്റ് ചെയ്യും. ഒരു ട്രയാങ്കിളിന്റെ ഇന്റേണൽ ആംഗിൾസ് 180 ഡിഗ്രി ആയിരിക്കില്ല, അതിൽ കൂടുതലാവാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ കാണാൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ആയിരിക്കില്ല ഇരിക്കുന്നത്, വളഞ്ഞും തിരിഞ്ഞൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ഇതാണ് നോൺ യൂക്ലിഡിയൻ ജോമെട്രി. ഇതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്ത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ ആയിരുന്നു. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ പറയുന്നത് ഒരു സാധനത്തിന്റെ പുറത്ത് എന്തെങ്കിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്താലേ അത് ആക്സിലറേറ്റ് ചെയ്യൂ. ഫോഴ്സ് ആക്ട് ചെയ്യാത്ത അടുത്തോളം കാലം അത് ഒന്നെങ്കിൽ റെസ്റ്റിലായിരിക്കും, അനങ്ങാതിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ നീങ്ങിക്കൊണ്ടിരിക്കും. അതിന്റെ വെലോസിറ്റി കൂട്ടുക കുറയ്ക്കണോ, ഒരു സാധനത്തിനെ അനക്കി തുറക്കണോ ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു ഫോഴ്സ് വേണം. ഫോഴ്സ് ഇല്ലാത്തടത്തോളം കാലം സാധനങ്ങൾ റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ സ്ട്രെയിറ്റ് ലൈനിൽ നീങ്ങിക്കൊണ്ടേയിരിക്കും. ഔട്ടർ സ്പേസിലെ പ്ലാനറ്റ്സും സ്റ്റാർസും ഗാലക്സീസിന്റെ ഇടയിലൊന്നും ഒരു ഫോഴ്സും ഇല്ല. ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ പ്ലാനറ്റ്സും സ്റ്റാർസും ഗാലക്സീസും എല്ലാം കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനേർഷ്യൽ ഫ്രെയിംസിനെയും നോൺ ഇനേർഷ്യൽ ഫ്രെയിംസിനെ പറ്റിയാണ്. ഇനേർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയുന്നത് അനങ്ങാതെ നിൽക്കുന്നതോ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ നീങ്ങുന്നതോ ആയ സാധനങ്ങളാണ്. നമ്മളൊരു ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലാണെങ്കിൽ നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല നമ്മളാണോ നീങ്ങുന്നത് അതോ ചുറ്റുപാട് ബാക്കിലോട്ട് നീങ്ങുന്നതാണോ എന്ന്.
നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ആക്സിലറേറ്റ് ചെയ്യുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. അതായത് അതിൻ്റെ പുറത്ത് എന്തോ നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മളൊരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലാണെങ്കിൽ നമുക്ക് എപ്പോഴും അറിയാൻ കഴിയും നമ്മളാണ് നീങ്ങുന്നത്, ചുറ്റുപാട് ബാക്കിലോട്ട് നീങ്ങുന്നതല്ലാന്ന്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു കാർ ഇരിക്കുകയാണ്, കാർ പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിലോട്ട് തെറിക്കില്ലേ? അപ്പം നമുക്കറിയാം നമ്മളാണ് നീങ്ങിയത്, ചുറ്റുപാട് ബാക്കിലോട്ട് നീങ്ങിയതല്ലാന്ന്. ഇതാണ് ഇനേർഷ്യൽ നോൺ ഇനേർഷ്യൽ ഫ്രെയിം. ഇതിനുശേഷം നമ്മൾ ലൈറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ലൈറ്റിന്റെ 2 ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന്, ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ഇസ് എ കോൺസ്റ്റന്റ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ലൈറ്റിന്റെ വാക്യൂമിലെ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, അതൊരിക്കലും കൂടുകയോ കുറയോ ചെയ്യില്ല, അത് മാറ്റാനോ സാധിക്കില്ല, എപ്പോഴും 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആയിരിക്കും. 2, നത്തിങ് ക്യാൻ ട്രാവൽ ഫാസ്റ്റർ ദാൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ലൈറ്റിനെക്കാട്ടിലും ഫാസ്റ്റായിട്ട് യൂണിവേഴ്സിൽ ഒന്നിനും ട്രാവൽ ചെയ്യാൻ സാധിക്കില്ല. അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്രാവിറ്റിയെ പറ്റിയാണ്. ന്യൂട്ടൺ പറയും ഗ്രാവിറ്റി ഒരു ഫോഴ്സ് ആണെന്ന്. പക്ഷേ ഗ്രാവിറ്റി ഒരു ഫോഴ്സ് ആയാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഒന്ന്, ഗ്രാവിറ്റിയെ നമുക്ക് അടക്കി നിർത്താൻ സാധിക്കില്ല മറ്റ് ഫണ്ടമെന്റൽ ഫോഴ്സസിനെ പോലെ. അതുപോലെ തന്നെ ഗ്രാവിറ്റി മറ്റ് ഫണ്ടമെന്റൽ ഫോഴ്സസിനെ അപേക്ഷിച്ച് ഭയങ്കര വീക്കാണ്. അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി മാസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ആവുന്ന ഒരു ഫോഴ്സാണ്. കുറച്ച് മാസമുള്ള സാധനങ്ങൾ അത് ചെറുതായിട്ട് വലിക്കും, വലിയ മാസമുള്ള സാധനങ്ങൾ അത് ഭയങ്കരമായിട്ട് വലിക്കും. അത് അഡ്ജസ്റ്റ് ചെയ്ത് വലിക്കും, സോ ദാറ്റ് എവറിത്തിങ് ഫോൾസ് അറ്റ് ദ സെയിം റേറ്റ്. ഒരു തൂവലും ഒരു ടി വിയും ഒരു ചുറ്റികയും ഒരു ഫുട്ബോളും ഒക്കെ നമ്മൾ എയർ റെസിസ്റ്റൻസ് ഇല്ലാത്ത മൂൺ പോലത്തെ ഒരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്താൽ അത് സെയിം സമയത്ത് ലാൻഡ് ചെയ്യും. അതായത് ഗ്രാവിറ്റി മാസ് അനുസരിച്ച് സാധനങ്ങളെ ഡിഫറെൻറ്റ് രീതിയിൽ വലിക്കുന്നു, സോ ദാറ്റ് എവറിത്തിങ് ഫോൾസ് അറ്റ് ദ സെയിം റേറ്റ്. ഗ്രാവിറ്റിയുടെ ഫൈനൽ പ്രോബ്ലം എന്തെന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി ലൈറ്റിനെക്കാളും ഫാസ്റ്റാണ്. ഒന്നിനും ലൈറ്റിനെക്കാളും ഫാസ്റ്റായിട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കില്ല, പക്ഷേ ഗ്രാവിറ്റി സംഭവം ലൈറ്റിനെക്കാളും ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നു. വർഷങ്ങളോളം സയൻറ്റിസ്റ്റ് ഗ്രാവിറ്റിയുടെ ഈ പ്രോബ്ലംസിനെല്ലാം അവോയ്ഡ് ചെയ്തു. പക്ഷേ ഒരു സയൻറ്റിസ്റ്റിന് മാത്രം ഗ്രാവിറ്റിയുടെ ഈ ഫണ്ടമെന്റൽ പ്രോബ്ലംസിനെ നെഗ്ലക്ട് ചെയ്യാൻ സാധിച്ചില്ല. അദ്ദേഹമാണ് ഡോക്ടർ ആൽബർട്ട് ഐൻസ്റ്റൈൻ. ഐൻസ്റ്റൈൻ ഗ്രാവിറ്റി ഒരു ഫോഴ്സ് അല്ലാന്ന് പ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം ലൈറ്റിനെയും സ്പേസിനെയും ടൈമിനെയും റിലേറ്റീവ് മോഷനെയൊക്കെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം കൂടെ അദ്ദേഹം ഒരു റെവല്യൂഷണറി തിയറിയാക്കി. ആ തിയറിയാണ് തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഇനി നമുക്ക് തിയറി ഓഫ് റിലേറ്റിവിറ്റിയെ പറ്റി ഡിസ്കസ് ചെയ്യാം. ബട്ട് റിലേറ്റിവിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടായിരിക്കും ഞാൻ ഈ ഇൻഫർമേഷനൊക്കെ എവിടെ നിന്നാണ് പറയുന്നത്, എൻ്റെ സോഴ്സസ് എന്താണ്. റിലേറ്റിവിറ്റി എനിക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്, കാരണം എൻ്റെ ഡിഗ്രി അതായിരുന്നു. പക്ഷേ അതല്ലാതെ തന്നെ സ്പേസിനെയും ലൈറ്റിനെയും ഗ്രാവിറ്റിയൊക്കെ പറ്റി സംസാരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ബുക്സ് റെഫർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇതാണ്, ഇറ്റ്സ് കോൾഡ് ഹൗ ടു സ്പീക്ക് സയൻസ് ബൈ ബ്രൂസ് വെനാബ്രൻ. നിങ്ങളൊരു ഫിസിക്സ് ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ബുക്ക് ഇഷ്ടപ്പെടും. സെക്കൻഡ് വൺ ഇസ് ദിസ്, ഇറ്റ്സ് കോൾഡ് വി ഹാവ് നോ ഐഡിയ ബൈ ഡാനിയൽ വൈറ്റ്സൺ ആൻഡ് ജോർജ് ചാം. ഇത് നിങ്ങൾക്ക് ആസ്ട്രോണമി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. ആൻഡ് ഫൈനലി ദിസ് വൺ ഇസ് എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് നിയർലി എവറിത്തിങ് ബൈ ബിൽ ബ്രൈസൺ. അമേസിങ് ബുക്കാണ്. ഇതിൽ എൻറ്റയർ സയൻസ് കവർ ചെയ്യുന്നുണ്ട് ആൻഡ് കുറേ ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററി ഫാക്ട്സ് ഒക്കെ ഉണ്ട്. ഐൻസ്റ്റൈനെയൊക്കെ പറ്റി കുറേ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ വായിച്ചു നോക്കുക. 3 ബുക്സും ആമസോണിൽ അവൈലബിൾ ആണ്. അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ആ ലിങ്ക് വഴി വാങ്ങിക്കാവുന്നതാണ്. ഓൾസോ ഗൈസ്, നിങ്ങൾക്ക് ഞാൻ ഇതുവരെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത രീതി ഇഷ്ടപ്പെട്ടെങ്കിൽ, സ്പേസിനെ പറ്റിയും ലൈറ്റിനെ പറ്റിയും ഗ്രാവിറ്റിയെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾ ഡെഫിനറ്റ്ലി നിസ്സാരം അക്കാഡമിയും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നിസ്സാരം അക്കാഡമിയിൽ 5 വീഡിയോസ് ഉണ്ട് ഞാൻ ഇതുപോലെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 5 മെൻ്റൽ ഹെൽത്തിനെ പറ്റിയാണ്, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. ഇതാണ് നിസ്സാരം അക്കാഡമിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി ഞാൻ ഒട്ടും ടൈം കളയുന്നില്ല, നമുക്ക് റിലേറ്റിവിറ്റിയിലേക്ക് കടക്കാം. ആൽബർട്ട് ഐൻസ്റ്റൈനും മാക്സ് പ്ലാങ്കും രണ്ടും ജർമ്മൻ ഫിസിസിസ്റ്റ് ആയിരുന്നു. രണ്ടുപേരും ബ്രില്യൻ്റ് ആയിരുന്നു. മാക്സ് പ്ലാങ്കിൻ്റെ ഫേവറേറ്റ് ടോപ്പിക് തെർമോഡൈനാമിക്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തെർമോഡൈനാമിക്സിൻ്റെ ഹാർട്ടിലുള്ളൊരു ടോപ്പിക്കായ എൻട്രോപ്പിയെ പറ്റി വർഷങ്ങളോളം പഠിച്ച് പല ഇമ്പോർട്ടൻ്റ് റിസൾട്ട്സും പബ്ലിഷ് ചെയ്തു. പക്ഷേ പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം മനസ്സിലാക്കിയത് അദ്ദേഹം പബ്ലിഷ് ചെയ്ത റിസൾട്ട്സ് എല്ലാം ജെ വില്യർഡ് ഗിബ്സ് എന്ന് പറഞ്ഞ മറ്റൊരു ജീനിയസ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിരുന്നു. ഓൺ ദ അതർ സൈഡ്, ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഫേവറേറ്റ് ടോപ്പിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആയിരുന്നു. അദ്ദേഹം 2 വർഷം കഷ്ടപ്പെട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിനെ പറ്റി പഠിച്ച് അതിൽ കുറേ ഇമ്പോർട്ടൻ്റ് റിസൾട്ട്സ് പബ്ലിഷ് ചെയ്തു. പക്ഷേ പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹവും മനസ്സിലാക്കിയത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ ഈ ഇമ്പോർട്ടൻ്റ് റിസൾട്ട്സ് എല്ലാം ജെ വില്യർഡ് ഗിബ്സ് എന്ന് പറയുന്നൊരു ജീനിയസ് നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. പ്ലാങ്കും ഐൻസ്റ്റൈനും രണ്ടുപേരും നിരുത്സാഹപ്പെട്ട് ഈ 2 ഫീൽഡ്സും വിട്ടു. പക്ഷേ അതിനുശേഷം അവർ രണ്ടുപേരും അവരുടേതായ 2 ഫീൽഡ്സ് കണ്ടുപിടിച്ചു ഫിസിക്സിൽ. പ്ലാങ്ക് കണ്ടുപിടിച്ച ഫീൽഡാണ് ക്വാണ്ടം മെക്കാനിക്സ്, ഐൻസ്റ്റൈൻ കണ്ടുപിടിച്ച ഫീൽഡാണ് തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഈ വീഡിയോ ആസ് യു നോ തിയറി ഓഫ് റിലേറ്റിവിറ്റിയെ പറ്റിയാണ്. ബട്ട് ഇൻ കേസ് നിങ്ങൾക്ക് ഞാൻ ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിലിടുക, ഞാൻ ഫ്യൂച്ചറിൽ ചെയ്യുന്നതായിരിക്കും. തിയറി ഓഫ് റിലേറ്റിവിറ്റി ആസ് ഐ സെഡ് 2 സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആൻഡ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. യൂഷ്വലി ആൾക്കാർ പഠിപ്പിക്കുമ്പോൾ അവർ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നാണ് തുടങ്ങുന്നത്. കാരണം അത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയേക്കാൾ ഭയങ്കര എളുപ്പമാണ്.
പക്ഷെ നമ്മൾ നേരെ തിരിച്ചൊരു അപ്രോച്ചാണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നാണ് തുടങ്ങാൻ പോകുന്നത്. കാരണം നമ്മൾ അറിയാതെ തന്നെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്ക് വേണ്ടിയുള്ള പല ബേസിക്സും പഠിച്ചു കഴിഞ്ഞു. സോ ഹിയർ ഗോസ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ആസ് ദ ലെജൻഡ് ഗോസ്, 1907 ആൽബർട്ട് ഐൻസ്റ്റൈൻ പേറ്റന്റ് ഓഫീസിൽ വർക്ക് ചെയ്യവേ ഒരു ദിവസം ടയേർഡായിട്ട് ഒരു ജനലിൻ്റെ അടുത്ത് കസേരയിട്ട് കുറച്ചു നേരം കസേരയിലിരുന്നു. അദ്ദേഹം ജനലിൽ കൂടെ വെളിയിൽ നോക്കവേ ഒരു ചെറിയ ബിൽഡിങ്ങിൻ്റെ റൂഫിൽ നിന്ന് ഒരു പണിക്കാരൻ താഴെ വീഴുകയായിരുന്നു. താഴെ വീഴുമ്പോൾ ആ പണിക്കാരൻ്റെ കയ്യിലുണ്ടായിരുന്ന ചുറ്റികയും 2 ടൈൽസും കൂടെ താഴെ വീഴാൻ തുടങ്ങി. ഈ കാഴ്ച ഐൻസ്റ്റൈൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. എങ്ങനെയെന്നല്ലേ? നമുക്ക് 2 ഫ്രെയിംസ് ഓഫ് റെഫറൻസിനെ പറ്റി അറിയാം. ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസും നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസും. നമ്മൾ നേരത്തെ പഠിച്ചതെന്തെന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലാണെങ്കിൽ നമുക്കൊരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല നമ്മളാണോ നീങ്ങുന്നത്, നമ്മുടെ ചുറ്റുപാടാണോ നീങ്ങുന്നതെന്ന്. ഫോർ എക്സാമ്പിൾ, നമ്മൾ 60 km/h കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോകുന്ന ഒരു കാറിലാണെങ്കിൽ നമുക്കൊന്നെങ്കിൽ പറയാം നമ്മളും കാറും മുന്നോട്ട് പോവുകയാണെന്ന്, അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മൾ അനങ്ങാതിരിക്കുകയാണ്, ചുറ്റുപാടാണ് 60 km/h ബാക്കിലോട്ട് പോകുന്നതെന്ന്. ഇതാണ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണ്? ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ഒരു ആക്സലറേറ്റ് ചെയ്യുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. കാർ 60 km/h പോകുന്ന കാർ പെട്ടെന്ന് 80 km/h ആക്സലറേറ്റ് ചെയ്തു. ഇപ്പം നിങ്ങൾ ബാക്കിലോട്ട് ഇങ്ങനെ ചായും. അങ്ങനെ ചായുന്നതുകൊണ്ട് നിങ്ങൾക്കറിയാം നിങ്ങളാണ് മുന്നോട്ട് പോകുന്നത്, അല്ലാതെ ചുറ്റുപാട് ബാക്കിലോട്ട് പോകുന്നതല്ല. ഇതായിരുന്നു ഇനേർഷ്യലും നോൺ ഇനേർഷ്യലും ഫ്രെയിം ഓഫ് റെഫറൻസ്. നൗ നമ്മുടെ പണിക്കാരൻ റൂഫിൽ നിന്നും താഴെ വീണുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അയാളും കയ്യിലുണ്ടായിരുന്ന ചുറ്റികയും 2 ടൈൽസും താഴെ വീഴുകയാണ്. 3 പേരും സെയിം റേറ്റിൽ തന്നെയാണ് താഴെ വീഴുന്നത്. അതുകൊണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ചുറ്റികയും ടൈൽസും നീങ്ങുന്നില്ല. അയാളും ചുറ്റികയും ടൈൽസും ഒരേ റേറ്റിൽ താഴെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലാണെങ്കിൽ നമ്മൾ ആക്സിലറേറ്റ് ചെയ്യാണ്. ആൻഡ് ആക്സിലറേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, നമ്മളിങ്ങനെ തെറിച്ച് ബാക്കിലോട്ട് പോകും. ഇവിടെയും ഗ്രാവിറ്റി, കാരണം ഇയാൾ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്, ഇയാളും ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്, ചുറ്റിക ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്, ടൈൽസും ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇയാൾക്ക് ഈ ആക്സിലറേഷൻ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. കാറിൽ നമ്മൾ ഇങ്ങനെ തെറിച്ച് ബാക്കിലോട്ട് പോകുമല്ലോ, ഇയാൾ തെറിച്ച് ബാക്കിലോട്ടൊന്നും പോകുന്നില്ല. ഇയാൾ ഫ്രീലി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ സൈഡിലോട്ട് നോക്കുമ്പോൾ ചുറ്റികയുണ്ട്, ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ ടൈൽസും ഉണ്ട്. ഇയാൾ താഴോട്ട് നോക്കുമ്പോൾ ഭൂമി ഇയാളുടെ അടുത്തോട്ട് വരുന്ന പോലെ തോന്നും. നമുക്ക് വേണമെങ്കിൽ പറയാം ഇയാൾ ഭൂമിയുടെ അടുത്തോട്ട് പോവാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഭൂമി ഇയാളുടെ അടുത്തോട്ട് വരികയാണ്. ഇയാൾക്ക് ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളും ചുറ്റികയും ടൈൽസും അനങ്ങാതെ നിൽക്കുകയാണ്, ഭൂമി മുകളിലോട്ട് വരികയാണ്. അല്ലെങ്കിൽ അയാൾക്ക് പറയാം ഭൂമി അനങ്ങാതെ നിൽക്കുകയാണ്, ഇയാളും ടൈൽസും ചുറ്റികയും ഒരേ റേറ്റിൽ താഴോട്ട് പോവാണ്. അതായത് ഇയാൾ അനങ്ങുന്നതും ഇയാളുടെ ചുറ്റുപാട് അനങ്ങുന്നതും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇയാൾക്ക് 2 സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഏത് ഫ്രെയിം ഓഫ് റെഫറൻസിലാണ്? ഇയാൾ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലാണ്. കാരണം ഇയാൾ അനങ്ങുന്നതും ഇയാളുടെ ചുറ്റുപാട് അനങ്ങുന്നതും തമ്മിൽ ഒരു വ്യത്യാസമില്ല. വേണമെങ്കിൽ ഇയാളും ചുറ്റികയും ടൈൽസും താഴോട്ട് പോകണമെന്ന് പറയാം, അല്ലെങ്കിൽ ഇയാളും ചുറ്റികയും ടൈൽസും അനങ്ങാൻ നിന്നിട്ട് ഭൂമി മുകളിലോട്ട് വരുന്നതെന്ന് പറയാം. കാർ ആക്സിലറേറ്റ് ആകുമ്പോൾ ജെർക്ക് ആവുന്ന പോലെ ഇയാൾ ഒരു ജെർക്കിംഗ് മോഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. ഇയാളെ സംബന്ധിച്ചിടത്തോളം 2 സെയിം ആണ്. സോ ഇയാൾ ഒരു ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലാണ്. ഈ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? നെറ്റ് ഫോഴ്സ് 0 ആണ്. ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല ഒരു ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ. അതായത് ഇയാളുടെയും ടൈൽസിൻ്റെയും ചുറ്റികയുടെയും പുറത്ത് ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല. അതായത് ഗ്രാവിറ്റി ഒരു ഫോഴ്സ് അല്ല. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം ക്ലിയർ ആയിട്ട്. ഇനേർഷ്യൽ ഫ്രെയിമും നോൺ ഇനേർഷ്യൽ ഫ്രെയിമും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ അനങ്ങുന്ന സാധനം, അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സാധനം. ഇനേർഷ്യൽ ഫ്രെയിമിലാണെങ്കിൽ നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല നമ്മളാണോ നീങ്ങുന്നത്, നമ്മുടെ ചുറ്റുപാടാണോ നീങ്ങുന്നതെന്ന്. റെസ്റ്റിലായോണ്ടോ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ നീങ്ങുന്നത് കൊണ്ട് തന്നെയോ നെറ്റ് ഫോഴ്സ് 0 ആണ് ഒരു ഇനേർഷ്യൽ ഫ്രെയിമിൽ. നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ ഒരു ആക്സലറേഷൻ ഉണ്ട്, അതായത് എന്തോ ഒരു ഫോഴ്സ് ഉണ്ട്. ആക്സലറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും അറിയാം നമ്മളാണ് നീങ്ങുന്നത്, ചുറ്റുപാടല്ല നീങ്ങുന്നത്. നിങ്ങളൊരു കാർ ആക്സലറേറ്റ് ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ ചായല്ലേ, അപ്പം നിങ്ങൾക്കറിയാം ഓക്കെ ഞാനും കാറും കൂടെ ആക്സലറേറ്റ് ചെയ്താണ്, ചുറ്റുപാട് ബാക്കിലോട്ട് പോയതല്ല എന്ന്. ഗ്രാവിറ്റിയിൽ നമ്മൾ ആക്സലറേറ്റ് ചെയ്യുന്നു. ആ പണിക്കാരൻ താഴോട്ട് വീഴുമ്പോൾ അയാളും ചുറ്റികയും ടൈൽസും താഴോട്ട് ആക്സലറേറ്റ് ചെയ്യുന്നു. ആക്സലറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് ഒരു ഫോഴ്സ് ഉണ്ട്, അതൊരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആണെന്നാണ്. പക്ഷെ ഐൻസ്റ്റൈൻ പറഞ്ഞത് അയാൾ താഴെ വീണോണ്ടിരിക്കുമ്പം കാർ ആക്സിഡന്റ് ചെയ്യുമ്പോൾ ബാക്കിലോട്ട് ചായുന്ന പോലെ അയാൾ ഒരു ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അയാൾ ചുമ്മാ ഇങ്ങനെ താഴോട്ട് വീണുകൊണ്ടിരിക്കുക. അയാളുടെ പുറത്ത് ഒരു ഫോഴ്സും ഇല്ല. അയാൾ നോക്കുമ്പം സൈഡിൽ ചുറ്റികയും അയാളുടെ റേറ്റിൽ തന്നെ വീഴുന്നു, ടൈൽസും അയാളുടെ റേറ്റിൽ തന്നെ വീഴുന്നു. അയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അയാൾ അനങ്ങാതെ നിന്നിട്ട് ഭൂമി മുകളിലോട്ട് വരുന്നതാണോ, ഭൂമി അനങ്ങാതെ നിന്നിട്ട് ഇവർ 3 പേരും താഴോട്ട് പോകുന്നതാണോ. അതായത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലാണ്. അതായത് അയാളുടെ പുറത്ത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. അതായത് ഗ്രാവിറ്റി ഒരു ഫോഴ്സ് അല്ല.
ഓക്കെ, ഗ്രാവിറ്റി ഒരു ഫോഴ്സ് അല്ല. പക്ഷെ ഗ്രാവിറ്റി ഒരു ഫോഴ്സ് അല്ലെങ്കിൽ എന്തുകൊണ്ട് അയാൾ താഴെ വീഴുന്നു? എന്താണ് അയാൾ താഴെ വീഴാൻ കാരണം? ഭൂമി ഒരു ഫോഴ്സ് ഇട്ടല്ല വലിക്കുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അയാൾ താഴെ വീഴുന്നു? ഇവിടെയാണ് നമ്മുടെ സ്പേസിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ പുറത്തെടുക്കേണ്ടത്. നമുക്കറിയാം സ്പേസ് എന്താണെന്ന്. സ്പേസ് ഒരു അലുവയാണ്. ഐൻസ്റ്റൈൻ പറഞ്ഞു മാസീവ് ഒബ്ജക്ട്സ്, സ്റ്റാർസ്, പ്ലാനറ്റ്സ് ഒക്കെ അതിന് ചുറ്റുമുള്ള സ്പേസിനെ ബെൻഡ് ചെയ്യിക്കുന്നു. നമ്മൾ ആ അലുവ ബെൻഡ് ചെയ്തത് ഓർമ്മയില്ലേ? അതുപോലെ സ്പേസിനെ ബെൻഡ് ചെയ്യിക്കുന്നു. സ്പേസിനെ ബെൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. സ്ട്രെയിറ്റ് ലൈൻസും അതനുസരിച്ച് ബെൻഡ് ആവും. അതിനുവേണ്ടിയാണ് ഞാൻ ഹലുവയിൽ കഷ്ടപ്പെട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനൊക്കെ വരച്ചത്. അലുവ ബെൻഡ് ചെയ്യുമ്പോൾ ആ സ്ട്രെയിറ്റ് ലൈനും ബെൻഡ് ചെയ്യും. ഓക്കെ, ഇനി എൻ്റെ കയ്യിലോട്ട് നോക്കുക. എനിക്ക് വേറൊരു വഴിയില്ല ഇത് കാണിച്ചു തരാൻ. ഓക്കെ, ഈ ഫിസ്റ്റാണ് ഭൂമി. ഓക്കെ, ഇത് ഭൂമി. ഭൂമിയുടെ മുകളിൽ ഒരു വലിയ ടവർ ഞാൻ പണിതു. ആ ടവറിൻ്റെ മുകളിൽ നിങ്ങൾ നിൽക്കുകയാണ്. ഓക്കെ, ഭൂമി ഇങ്ങനെ സ്പേസിൽ കൂടി ഇങ്ങനെ നീങ്ങുകയാണ്. കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പം ഗ്രാവിറ്റി ഒരു ഫോഴ്സ് ആണെന്ന് വിചാരിക്കുക വേണ്ട. നമുക്കറിയാം ഗ്രാവിറ്റി അലുവേനെ ബെൻഡ് ചെയ്യിക്കുന്നതാണ്. അപ്പം ഭൂമിക്ക് ചുറ്റും ഒരു അലുവയുണ്ട്. ആൻഡ് ആ അലുവ ബെൻഡായിരിക്കുകയാണ്. ഭൂമിയിൽ ഈ ടവറിൻ്റെ മുകളിൽ നിങ്ങൾ എടുത്ത് ചാടിയാൽ ഇപ്പം നിങ്ങളും ഭൂമിയും ടവറും കൂടി ഇങ്ങനെ നീങ്ങുകയാണ് ഭൂമിയുടെ കൂടെ. നിങ്ങൾ ഈ ടവറിൽ നിന്ന് എടുത്ത് ചാടി. നിങ്ങളെടുത്ത് ചാടിയാൽ നിങ്ങളുടെ പുറത്ത് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല. അപ്പം നിങ്ങളും ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ അനുസരിച്ച് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല സ്ഥിതിക്ക് നിങ്ങൾ ആ സെയിം വെലോസിറ്റിയിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കണം. ഭൂമിയിൽ നിന്ന് എടുത്ത് ചാടിയാൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കണം. പക്ഷേ ഭൂമിയുടെ ചുറ്റുമുള്ള അലുവ ബെൻഡാണ്. അപ്പം നിങ്ങളുടെ സ്ട്രെയിറ്റ് ലൈനും അതനുസരിച്ച് മാറും. എന്നിട്ട് നിങ്ങൾ ഇവൻച്വലി ഭൂമിയിൽ ലാൻഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഭൂമിയുടെ ചുറ്റുമുള്ള അലുവ ഫ്ലാറ്റ് ആയിരുന്നെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ നിന്ന് എടുത്ത് ചാടിയാൽ നിങ്ങൾ ഇങ്ങനെ പോയേനെ. പക്ഷേ ഭൂമിയുടെ ചുറ്റുമുള്ള അലുവ ബെൻഡാണ്. സോ നിങ്ങൾ എടുത്ത് ചാടുമ്പോൾ നിങ്ങൾ ആ അലുവയിലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫോളോ ചെയ്യുക. പക്ഷേ ബെൻഡ് അലുവയിലെ സ്ട്രെയിറ്റ് ലൈനും ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചാടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തിരിച്ച് ഭൂമിയിൽ ലാൻഡ് ചെയ്യും. ഗൈസ്, എനിക്ക് കൈയിട്ട് കാണിക്കേണ്ടി വന്നു. ഇതിൻ്റെ ഒരു ആനിമേഷൻ എനിക്ക് ഇൻ്റർനെറ്റിൽ കിട്ടിയില്ല. ആൻഡ് എനിക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയോട് ഇങ്ങനെ ഒരു ആനിമേഷൻ. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നമ്മൾക്ക് ഓർമ്മയില്ലേ, അലുവ ബെൻഡ് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ബെൻഡായി. ഭൂമിയിൽ നിന്ന് ഒരു ടവറിൻ്റെ മണ്ടയിൽ നിന്ന് ഒരാൾ എടുത്ത് ചാടിയാൽ അയാളുടെ പുറത്ത് ഒരു ഫോഴ്സും ഇല്ല. ഗ്രാവിറ്റി ഒരു ഫോഴ്സ് അല്ലല്ലോ. അപ്പോൾ അയാൾ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അങ്ങനെ. പക്ഷെ സ്ട്രെയിറ്റ് ലൈൻ ബെൻഡായി, അലുവ ബെൻഡായത് കാരണം. അതുകൊണ്ട് അയാളുടെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ കോൺസെപ്റ്റേ മാറി. അയാൾ നേരെ ഭൂമിയിൽ ചെന്ന് ലാൻഡ് ചെയ്യും. ഇതുകൊണ്ടാണ് ഭൂമി സാധനങ്ങളെ താഴോട്ട് വലിക്കുന്നത്, എല്ലാ ഒബ്ജക്ട്സും താഴോട്ട് വലിക്കുന്നത്. ഇതുകൊണ്ടാണ് ഗ്രാവിറ്റി പുൾ ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, വെയിറ്റ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം. അതുകൊണ്ട് ഞാൻ ആക്ച്വലി ഒരു അലുവയും കൂടെ വാങ്ങിച്ചു. മറ്റേ അലുവ ഞാൻ അടുത്ത് കളഞ്ഞായിരുന്നു. സോ ഒരു അലുവയും കൂടെ വാങ്ങിച്ചു. ഒന്നുകൂടെ കാണിക്കാം. നമ്മൾ മനസ്സിലാക്കിയ എന്താണ്, സ്പേസ് ഒരു അലുവയാണ്. ആൻഡ് സ്പേസിന് ബെൻഡ് ചെയ്യാൻ സാധിക്കും. ഈ അലുവയിൽ എങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഞാൻ അലുവ ബെൻഡ് ചെയ്ത് ആ സ്ട്രെയിറ്റ് ലൈനും അതനുസരിച്ച് ബെൻഡ് ചെയ്യും. ഇത് ഭൂമിയാണ്. ഈ അലുവ, ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ കുറേ അലുവയുണ്ട്. ഓക്കെ, ഇനി ഒരു ടവർ. ഇത് സ്പേസാണ്. ഓക്കെ, ഈ അലുവ സ്പേസാണ്. എൻ്റെ ഫിസ്റ്റാണ് ഭൂമി. ഞാൻ ഈ ഭൂമി ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഈ ടവറിൻ്റെ മണ്ടയിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ടവറിൻ്റെ മണ്ടയിൽ ഇരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ പോവുകയാണ് സ്പേസിൽ കൂടെ. നിങ്ങൾ എടുത്ത് ചാടി. ഞാൻ മനസ്സിലാക്കി ഇവിടെയൊക്കെ അലുവയുണ്ട്. എൻ്റെ കയ്യിൽ ഇത്രയും ബ്ലോക്ക് അലുവയുള്ളൂ. പക്ഷേ ഇവിടെ എല്ലാം അലുവയുണ്ട്. ഭൂമി ഈ അലുവയെ ബെൻഡ് ചെയ്യിപ്പിക്കും. ഇങ്ങനെ ഭൂമി മാസീവ് ഒബ്ജക്റ്റാണ്. ഐൻസ്റ്റൈൻ പറയുന്നത് ഭൂമി സ്പേസിനെ ബെൻഡ് ചെയ്യിക്കും, ഈ അലുവയെ ബെൻഡ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ അലുവ ബെൻഡാണ്. അപ്പോൾ നിങ്ങൾ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്നതിന് ഒരു ബെൻഡ് അലുവയെ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഭൂമിയിൽ ചെന്ന് ലാൻഡ് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആയിട്ട് എനിക്ക് പറയാൻ അറിയാവൂ ഗൈസ്. ആൻഡ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. ഇറ്റ് ഷുഡ് ബി പ്രിറ്റി ഓബ്വിയസ്. നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെയാണ് ട്രാവൽ ചെയ്യേണ്ടത് സ്പേസിൽ കൂടെ. പക്ഷേ അലുവ ബെൻഡായ സ്ഥിതിക്ക് നമ്മൾ ആ അലുവയെ കൂടെ സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യും. അങ്ങനെ തിരിച്ച് ഭൂമിയിൽ ലാൻഡ് ചെയ്യും. ഇതുകൊണ്ടാണ് ഗ്രാവിറ്റി ഒബ്ജക്ട്സിനെ പുൾ ചെയ്യുന്നത്. ഓക്കെ, ശരി. അപ്പം നമ്മൾ ഭൂമി എന്തുകൊണ്ടാണ് സാധനങ്ങളെ താഴോട്ട് വലിക്കുന്നതെന്ന് മനസ്സിലാക്കി. പക്ഷേ ഇപ്പം അടുത്തൊരു ക്വസ്റ്റ്യൻ വരും. എന്തുകൊണ്ട് സാധനങ്ങൾ ഭൂമിയിലേക്ക് ആക്സലറേറ്റ് ചെയ്യുന്നു? ഭൂമിയിലേക്ക് മാത്രമല്ല, സൂര്യനിലേക്കും ചന്ദ്രനിലേക്കും എല്ലാ മാസീവ് ഒബ്ജക്ട്സിലേക്കും താഴോട്ട് വലിക്കുന്ന എന്തിനാന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ താഴോട്ട് എന്തിനാ ആക്സലറേറ്റ് ചെയ്യുന്നു? നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ നിന്ന് എടുത്ത് കാണുകയാണെങ്കിൽ നമ്മൾ 9.8 മീറ്റർ/സെക്കൻഡ് ആക്സലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക താഴോട്ട്. നമ്മുടെ വെലോസിറ്റി കൂടി വരിക. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? സാധാരണ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിലല്ലേ ആക്സലറേഷൻ സംഭവിക്കും. പക്ഷേ ഐൻസ്റ്റൈൻ പറയുന്നത് ഗ്രാവിറ്റി ഒരു ഫോഴ്സ് അല്ല, സ്പേസ് ബെൻഡ് ചെയ്യുന്നതാണെന്ന്. അങ്ങനെ ഒരു ഫോഴ്സ് ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആക്സലറേറ്റ് ചെയ്യുന്നു? ഇവിടെയാണ് നമ്മൾ സ്പേസ് ടൈമിൻ്റെ കോൺസെപ്റ്റിലേക്ക് വരേണ്ടത്. ഇത്രയും നേരം ഞാൻ സ്പേസ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് സ്പേസ് ടൈമാണ്. സ്പേസ് ടൈം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം.
സ്പേസും ടൈമും ആക്ച്വലി കണക്റ്റഡ് ആണ്. എന്തുകൊണ്ടെന്നല്ലേ, പണ്ടെല്ലാം ആൾക്കാർ വിചാരിച്ചിരുന്നത് ടൈം ഒരു കോൺസ്റ്റൻ്റ് ആണെന്നാണ്. ഇവിടെ ഒരു സെക്കൻഡ് പോലെ തന്നെയാണ് സൂര്യനിലെ ഒരു സെക്കൻഡ്, യൂണിവേഴ്സിൻ്റെ ഏത് അറ്റത്തും ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡാണ്. നമ്മൾ ഏത് പ്ലാനറ്റിൽ പോലും ഏത് ഗാലക്സി പോലും ഒരു സെക്കൻഡാണ്. ടൈം ആബ്സല്യൂട്ടാണ്. ടൈം ഇസ് ആബ്സല്യൂട്ട്. പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലായി ടൈം അല്ല കോൺസ്റ്റന്റ്, സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് കോൺസ്റ്റന്റ് എന്ന്. ലൈറ്റിന്റെ സ്പീഡ് ഒരു കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ഇസ് എ കോൺസ്റ്റന്റ്. യൂണിവേഴ്സിന്റെ ഏത് അറ്റത്ത് പോയാലും ലൈറ്റിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ സ്പീഡ് എന്താണ്? സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, ബേസിക് ഫോർമുലയാണ്. ഡിസ്റ്റൻസ് എന്താണ്? സ്പേസ് ആണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റി സ്പേസിന് ബെൻഡ് ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനും കോൺട്രാക്ട് ചെയ്യാനും കഴിയുമെന്ന്. സ്പേസ് ബെൻഡും എക്സ്പാൻഡും കോൺട്രാക്റ്റും ചെയ്യുകയാണെങ്കിൽ ടൈമും ബെൻഡും എക്സ്പാൻഡും കോൺട്രാക്റ്റും ചെയ്യണം, എന്നാലേ സ്പീഡ് ഓഫ് ലൈറ്റ് ഒരു കോൺസ്റ്റന്റ് ആയി നിൽക്കും. സോ എവിടെയൊക്കെ സ്പേസ് എക്സ്പാൻഡും കോൺട്രാക്റ്റും ബെൻഡും ചെയ്യുന്നു അവിടെ എല്ലാം ടൈമും എക്സ്പാൻഡും കോൺട്രാക്റ്റും ബെൻഡും ചെയ്യണം, എന്നാലേ സ്പീഡ് ഓഫ് ലൈറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതുകൊണ്ടാണ് സ്പേസും ടൈമും റിലേറ്റഡ് ആണെന്ന് പറയുന്നത്. എവിടൊക്കെ സ്പേസ് ബെൻഡ് ചെയ്യുന്നു അവിടെ എല്ലാം ടൈമും ബെൻഡാവും. സോ നേരത്തെ പറയുന്നത് പോലെ നമ്മൾ ഒരു ടവറിൻ്റെ മുകളിൽ നിന്ന് ഭൂമിയിലേക്ക് എടുത്ത് ചാടുകയാണെങ്കിൽ അവിടെ സ്പേസ് നല്ല ബെൻഡാണ്. പക്ഷേ സ്പേസ് ബെൻഡായാൽ എന്ത് സംഭവിക്കണം? ടൈമും അതനുസരിച്ച് ബെൻഡ് ചെയ്യണം, എന്നാലേ സ്പീഡ് ഓഫ് ലൈറ്റ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. നോ, ഇതല്ല ഇതിൻ്റെ എക്സാക്ട് എക്സ്പ്ലനേഷൻ. പക്ഷേ ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസ് ഈ എക്സ്പ്ലനേഷൻ മനസ്സിലാക്കിയാൽ മതി. സ്പേസ് എവിടെയൊക്കെ ബെൻഡ് ചെയ്യുന്നോ ടൈമും അതനുസരിച്ച് ബെൻഡ് ചെയ്യണം. സോ നമ്മൾ ഇതിൻ്റെ പണ്ടേ നിന്ന് എടുത്ത് ചാടുമ്പോൾ നമ്മളൊരു ബെൻഡ് സ്പേസിൽ കൂടെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതേസമയം ബെൻഡ് ടൈമിലും കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. ബെൻഡ് ടൈമിൽ കൂടെ ട്രാവൽ ചെയ്യുന്നതാണ് ഈ ആക്സലറേഷൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഭൂമിയിലോട്ട് 9.8 മീറ്റർ/സെക്കൻഡ് ആക്സലറേറ്റ് ചെയ്യുന്നത്. ഗ്രാവിറ്റി എന്ന് പറയുന്നത് ബെൻഡ് സ്പേസ് ആണ്. പക്ഷേ സ്പേസ് ബെൻഡ് ചെയ്യുന്നതിനൊപ്പം അത് എപ്പോഴും ടൈമിനെയും ബെൻഡ് ചെയ്യും, എന്നാലേ സ്പീഡ് ഓഫ് ലൈറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. ബെൻഡ് ടൈമിൽ കൂടെ ട്രാവൽ ചെയ്യുന്നതാണ് ഈ ആക്സലറേഷൻ ഉണ്ടാക്കുന്നത്. ഇതിനെ വേണമെങ്കിൽ കുറെ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ബേസിക്സ് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. സോ വൺസ് അഗൈൻ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? ഗ്രാവിറ്റി എന്ന് പറയുന്നത് മാസീവ് ഒബ്ജക്ട്സ് സ്പേസ് ടൈമിനെ ബെൻഡ് ചെയ്യുന്നതാണ്, കർവ് ചെയ്യിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഒബ്ജക്ട്സ് പുൾഡ് ആവുന്നതും ഒബ്ജക്ട്സ് ആക്സലറേറ്റ് ചെയ്യുന്നതും ഗ്രാവിറ്റി കാരണം. ഇതിൻ്റെ വേണമെങ്കിൽ സ്ലൈറ്റ്ലി മാത്തമാറ്റിക്കൽ രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ നോൺ യൂക്ലിഡിയൻ ജോമെട്രിയെ പറ്റി പഠിച്ചു. യൂക്ലിഡിയൻ ജോമെട്രി എന്താണ്? നമ്മൾ പറഞ്ഞു ഫ്ലാറ്റ് സർഫസിൽ വരച്ച് പഠിക്കുന്ന ജോമെട്രീസ് ആണ്. ഫ്ലാറ്റ് സർഫസിൽ നമുക്കറിയാം ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് 180 ഡിഗ്രി ആയിരിക്കും എപ്പോഴും. പാരലൽ ലൈൻസ് ഒരിക്കലും മീറ്റ് ചെയ്യില്ല. സ്ട്രെയിറ്റ് ലൈൻ കാണാൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഇരിക്കും. ഐൻസ്റ്റൈൻ പറഞ്ഞത് മാസീവ് ഒബ്ജക്ട്സ്, പ്ലാനറ്റ്സ്, സ്റ്റാർസും ഒക്കെ അതിന് ചുറ്റുമുള്ള സ്പേസ് ടൈമിനെ നോൺ യൂക്ലിഡിയൻ ഷേപ്സിലേക്ക് മാറ്റുന്നതാണ്. അതായത് വളഞ്ഞതും തിരിഞ്ഞതുമായ ഷേപ്സിലേക്ക് മാറ്റും. അതുകൊണ്ട് തന്നെ പാരലൽ ലൈൻസ് പലപ്പോഴും മീറ്റ് ചെയ്യും. നിങ്ങൾ ഭൂമിയിലൊരു ടവറുണ്ട്, ടവറിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടിയാൽ നിങ്ങളും ഭൂമിയും പാരലായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ സ്പേസ് ടൈം നോൺ യൂക്ലിഡിയൻ ആയതുകൊണ്ട് ഈ പാരലൽ ലൈൻസ് രണ്ടും മീറ്റ് ചെയ്യും. അങ്ങനെയാണ് നിങ്ങളും ഭൂമിയും ചെന്ന് മീറ്റ് ചെയ്യുന്നത്. നിങ്ങളൊരു ടവറിൻ്റെ മണ്ടയിൽ നിന്ന് ചാടിയത്, അതുകൊണ്ടാണ് നിങ്ങൾ ഭൂമിയിൽ ലാൻഡ് ചെയ്യുന്നത്. സോ ഐൻസ്റ്റൈൻ അതാണ് പറഞ്ഞത്, മാസീവ് ഒബ്ജക്ട്സ് ചുറ്റുമുള്ള സ്പേസ് ടൈമിനെ നോൺ യൂക്ലിഡിയൻ ഷേപ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഗ്രാവിറ്റി. ഓക്കെ ഗൈസ്, ഇതാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ പറയുന്നത് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒബ്ജക്ട്സ് ചുറ്റുമുള്ള സ്പേസ് ടൈമിനെ കർവ് ചെയ്യിക്കുന്നതും ബെൻഡ് ചെയ്യിക്കുന്നതും ഒക്കെയാണ്. ഒബ്ജക്റ്റിൻ്റെ മാസ് എത്ര കൂടുന്നോ, എത്ര മാസീവ് ആവുന്നോ അത് അത്രയും കൂടുതൽ സ്പേസ് ടൈമിനെ ബെൻഡ് ചെയ്യിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വലിയ പ്ലാനറ്റിൽ പോയാൽ, നല്ല മാസമുള്ള ഒരു പ്ലാനറ്റിൽ പോയാൽ അവിടെ സ്പേസ് ടൈം ഭയങ്കര ബെൻഡായിരിക്കും. അതുകൊണ്ട് അവിടെ ടൈം ഓപ്പറേറ്റ് ചെയ്യുന്ന ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ടൈം ഭയങ്കര സ്ലോ ആയിരിക്കും. ഇതാണ് ഇൻ്റർസ്റ്റെല്ലറിൽ സംഭവിക്കുന്നത്. ആ ആസ്ട്രോനോട്ട്സ് ഒരു പ്ലാനറ്റിൽ പോവും, അവിടെ ഒരു 10-20 സെക്കൻഡ് സ്പെൻഡ് ചെയ്യും. പക്ഷേ അവിടുത്തെ ഓരോ സെക്കൻഡും എന്ന് പറയുന്നത് ഭൂമിയിലെ വർഷങ്ങൾക്ക് സമാനമാണ്. അതുകൊണ്ട് തന്നെ ആസ്ട്രോനോട്ട്സ് തിരിച്ചെത്തുമ്പോഴത്തേക്കും ആ ആസ്ട്രോനോട്ടിൻ്റെ മോൾക്ക് ആസ്ട്രോനോട്ടിനേക്കാളും ഒരുപാട് പ്രായം കൂടുതലായിരിക്കും. നമ്മളൊരു ബെൻഡ് സ്പേസ് ടൈം ഇരിക്കുമ്പോൾ നമുക്ക് തോന്നില്ല ടൈം സ്ലോ ആണെന്ന്. പക്ഷേ ടൈം ആക്ച്വലി സ്ലോവർ ആണ്. ഇതാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഇതാണ് ഇൻ്റർസ്റ്റെല്ലർ പോലുള്ള സിനിമകളിൽ സംഭവിക്കുന്നത്. സോ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി കഴിഞ്ഞു. അടുത്ത നമുക്ക് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലേക്ക് പോകും. പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ക്വിക്കായിട്ട് ഒരു ചെറിയ കോൺസെപ്റ്റും കൂടെ അറിഞ്ഞിരിക്കണം. ചെറുത് ബട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ്. ഇറ്റ്സ് സിമ്പിൾ. ഇറ്റ്സ് കോൾഡ് ഇക്വലൻസ് പ്രിൻസിപ്പിൾ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പണിക്കാരൻ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വീണുകൊണ്ടിരിക്കുന്ന എക്സാമ്പിൾ. ആ കേസിൽ പണിക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേണമെങ്കിൽ പറയാം ഭൂമി അനങ്ങാതെ നിന്നിട്ട് അയാൾ അങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അയാൾക്ക് പറയാം അയാൾ അനങ്ങാതെ നിന്നിട്ട് ഭൂമി മുകളിലോട്ട് ആക്സിലറേറ്റ് ചെയ്യണം. രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല.
ഇതാണ് ഇക്വലൻസ് പ്രിൻസിപ്പിൾ. ഗ്രാവിറ്റിയിൽ ഒരാൾ താഴോട്ട് വീഴുന്നതും അല്ലെങ്കിൽ അയാൾ അനങ്ങാതെ നിന്നിട്ട് ചുറ്റുപാട് മുകളിലോട്ട് ആക്സിലറേറ്റ് ചെയ്യുന്നതും തമ്മിൽ ഒരു വ്യത്യാസമില്ല. എസെൻഷ്യലി ഗ്രാവിറ്റി ആക്സിലറേഷൻ സെയിം സാധനമാണ്. ഗ്രാവിറ്റി എന്ന് പറയുന്നത് കർവ്ഡ് ഓർ ബെൻ സ്പേസ് ടൈം ആണെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സ്പേസ് ടൈമിലൂടെ ഒരു കർവ് പാത്ത് എടുക്കുന്നതാണ്. രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഇതാണ് ഇക്വലൻസ് പ്രിൻസിപ്പിൾ. എസെൻഷ്യലി ആക്സിലറേഷനും ഗ്രാവിറ്റിയും ഓൾമോസ്റ്റ് ദ സെയിം തിങ് ആണ്. ഓക്കെ, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ഇക്വലൻസ് പ്രിൻസിപ്പിളും കഴിഞ്ഞു. ഇനി നമുക്ക് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലേക്ക് പോകാം. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമുക്ക് ഓൾറെഡി അറിയാവുന്ന രണ്ട് കോൺസെപ്റ്റ്സിനെ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കണം. 1. ദ ലോസ് ഓഫ് ഫിസിക്സ് ആർ സെയിം ഇൻ ഓൾ ഇനേർഷ്യൽ ഫ്രെയിംസ്. അതായത് നിങ്ങളൊരു റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് തലകുത്തി മറിയുന്നതും നിങ്ങളൊരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന ട്രെയിനിൽ തലകുത്തി മറിയുന്നതും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ക്രിക്കറ്റ് കളിക്കുന്നതും ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന ട്രെയിനിൽ ക്രിക്കറ്റ് കളിക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസമില്ല. കാരണം രണ്ടും ഇനേർഷ്യൽ ഫ്രെയിംസ് ആണ്. പ്ലാറ്റ്ഫോം എന്ന് പറയാൻ അനങ്ങാതെ നിൽക്കുന്ന ഒരു സാധനമാണ്. പ്ലാറ്റ്ഫോം അനങ്ങുന്നില്ലല്ലോ. അപ്പോൾ പ്ലാറ്റ്ഫോം അറ്റ് റെസ്റ്റ് ആണ്. പ്ലാറ്റ്ഫോം ഒരു ഇനേർഷ്യൽ ഫ്രെയിമാണ്. ട്രെയിൻ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ നീങ്ങുകയാണ്. കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ നീങ്ങുന്ന സാധനം ഒരു ഇനേർഷ്യൽ ഫ്രെയിം തന്നെയാണ്. രണ്ടും ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ആണ്. ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസിൽ നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല ആരാണ് നീങ്ങുന്നത് ആരാണ് നീങ്ങാത്തതെന്ന്. പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാൾക്ക് പറയാം അയാൾ അനങ്ങാതെ നിൽക്കുകയാണ്, ട്രെയിനാണ് മുന്നോട്ട് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി നീങ്ങുന്നതെന്ന്. ട്രെയിനിൽ നിൽക്കുന്ന ആൾക്ക് പറയാം അയാൾ അനങ്ങാതെ നിൽക്കുകയാണ്, പ്ലാറ്റ്ഫോമാണ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ബാക്കിലോട്ട് നീങ്ങുന്നതെന്ന്. രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല. രണ്ടും ഇനേർഷ്യൽ ഫ്രെയിംസ് ആണ്. ആർക്കും പറയാൻ കഴിയില്ല ആരാണ് നീങ്ങുന്നത് ആരാണ് നീങ്ങാത്തതെന്ന്. നോ ട്രെയിൻ ആക്സലറേറ്റ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് പറയാം. ട്രെയിനിൽ ഇരിക്കുന്ന ആൾക്ക് ഒരു ആക്സലറേഷൻ ഫീൽ ചെയ്യും, ബാക്കിലോട്ട് പോകും. പക്ഷേ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആൾക്കൊന്നും ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ട്രെയിനാണ് മുന്നോട്ട് പോയതെന്ന്. അതൊരു നോൺ ഇനേർഷ്യൽ ഫ്രെയിമാണ് ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആക്സലറേറ്റ് ചെയ്യാത്ത അടുത്തോളം കാലം റെസ്റ്റിലായിരിക്കുമ്പോഴും കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ നീങ്ങുമ്പോഴും രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല. പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവന് ട്രെയിനാണ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ നീങ്ങുന്നത്, ട്രെയിനിൽ നിൽക്കുന്നവന് പ്ലാറ്റ്ഫോമാണ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ബാക്കിലോട്ട് നീങ്ങുന്നത്. അതായത് പ്ലാറ്റ്ഫോമും ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ട്രെയിനും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഇതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ തലകുത്തി മറിഞ്ഞാലും കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ട്രെയിനിൽ തലകുത്തി മറിഞ്ഞാലും ലോസ് ഓഫ് ഫിസിക്സ് വിൽ ബി സെയിം. നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ ക്രിക്കറ്റ് കളിച്ചാലും കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ട്രെയിനിൽ ക്രിക്കറ്റ് കളിച്ചാലും ഇറ്റ് വിൽ ബി സെയിം. ദ ലോസ് ഓഫ് ഫിസിക്സ് ആർ സെയിം. ദ ലോസ് ഓഫ് ഫിസിക്സ് ആർ സെയിം ഫോർ ഓൾ ഇനേർഷ്യൽ ഫ്രെയിംസ്. നമ്മൾ രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ഇസ് എ കോൺസ്റ്റൻറ്റ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തു മാക്സ്വെല്ലിൻ്റെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. സ്പീഡ് ഓഫ് ലൈറ്റ് ഈക്വൽ ടു 1/√μ0ε0. ഇറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ്. ഇറ്റ് ഇസ് 3 × 10⁻⁸ m/s. യൂണിവേഴ്സിൻ്റെ ഏത് മൂലയിൽ പോയാലും സ്പീഡ് ഓഫ് ലൈറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, സിമ്പിൾ. പക്ഷേ അത്ര സിമ്പിൾ അല്ല. നമ്മൾ ഇതിൻ്റെ ഇൻട്രിക്കസീസ് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് ആക്ച്വലി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് അസ്യൂം ചെയ്യാം ഞാൻ ഒരു മഗ്ഗിൽ ഇത്തിരി വെള്ളം എടുത്തിട്ട് ഇങ്ങനെ എറിയുകയാണ്. ഈ വെള്ളത്തിൻ്റെ സ്പീഡ് ഞാൻ ഇങ്ങനെ ആക്കുന്ന ഫോഴ്സ് അനുസരിച്ചിരിക്കും. ഞാൻ ഭയങ്കര ശക്തിയായിട്ട് ഇങ്ങനെ ആക്കിയാൽ വെള്ളം ഭയങ്കര സ്പീഡിൽ പോവും. ഞാൻ പതുക്കെ ഇങ്ങനെ ആക്കിയാൽ വെള്ളം പതുക്കെ പോവും. ആണല്ലോ. അസ്യൂം ഞാൻ ആ വെള്ളത്തിന് 10 km/h എറിയുകയാണ്. ഞാൻ വെള്ളത്തിന് ഇങ്ങനെ 10 km/h എറിഞ്ഞു. ഞാൻ മെഷർ ചെയ്യുമ്പോൾ 10 km/h, അവിടെ നിന്ന് നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ 10 km/h. ഇനി വിചാരിക്കുക ഞാനൊരു ഹൈ സ്പീഡ് ട്രെയിനിൻ്റെ മണ്ടേ ഇരിക്കുകയാണ്, 200 km/h പോകുന്ന ട്രെയിനിൻ്റെ മുകളിലിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം 10 km/h വെള്ളം എറിഞ്ഞു. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ 200 km/h പോകുന്ന ഒരു ട്രെയിനിൻ്റെ മുകളിൽ ഇരിക്കുക. അപ്പം ഞാൻ വെള്ളം എറിയുന്ന സ്പീഡിൻ്റെ കൂടെ ട്രെയിനിൻ്റെ സ്പീഡ് ആഡ് ആവും. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ സ്പീഡ് ഈക്വൽ ടു 200 + 10 210 km/h വെള്ളത്തിൻ്റെ സ്പീഡ് പോകുന്നു. അല്ലെങ്കിൽ ഞാൻ ഒരു ബോൾ എടുത്തു, എന്നിട്ട് ഞാൻ ചുമ്മാ നിൽക്കുകയാണ്, തറ നിൽക്കുകയാണ്. നിങ്ങൾ നോക്കുകയാണ്, ഞാൻ ഒരു 5 km/h ബോൾ ഉരുട്ടി വിട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ബോളിൻ്റെ സ്പീഡ് 5 km/h, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബോളിൻ്റെ സ്പീഡ് 5 km/h. ഇനി ഞാൻ ഒരു ഹൈ സ്പീഡ് ട്രെയിനിൻ്റെ മണ്ടേ കയറിയിരുന്നു. ട്രെയിൻ 200 km/h പോവാണ്. ഞാൻ 5 km/h ബോൾ എറിഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ബോളിൻ്റെ സ്പീഡ് 5 km/h തന്നെ. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ ട്രെയിനിൻ്റെ സ്പീഡും കൂടെ ഉണ്ട്. ഞാനും ട്രെയിനും ബോളും കൂടി ഇങ്ങനെ നീങ്ങുക ബോളിൻ്റെ കൂടെ. അപ്പം ടോട്ടൽ സ്പീഡ് ഓഫ് ദ ബോൾ ഈക്വൽസ് 200 + 5 205 km/h. ഇത് സിമ്പിൾ ന്യൂട്ടോണിയൻ ഫിസിക്സ് ആണ്. ഇനി ഞാൻ ബോളിനും വെള്ളത്തിനും ഒക്കെ പകരം ലൈറ്റ് എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ ലൈറ്റ് ആദ്യം തറയിൽ നിന്ന് ഇങ്ങനെ അടിച്ചു. അപ്പം ലൈറ്റിൻ്റെ സ്പീഡ് ഞാൻ ഒരു ടോർച്ച് എടുത്ത് ഇങ്ങനെ അടിച്ചു. ഞാൻ ലൈറ്റിൻ്റെ സ്പീഡ് മെഷർ ചെയ്യുകയാണ് 3 × 10⁻⁸ m/s. നിങ്ങൾ മെഷർ ചെയ്യുന്നു 3 × 10⁻⁸ m/s. ഇനി ഞാൻ ഒരു ഹൈ സ്പീഡ് ട്രെയിനിൻ്റെ മണ്ടേ കയറിയിരുന്നു, ഒരു 200 km/h പോകുന്ന ഒരു ട്രെയിനിൻ്റെ. എന്നെ സംബന്ധിച്ചിടത്തോളം ലൈറ്റിൻ്റെ സ്പീഡ് സ്റ്റിൽ 3 × 10⁻⁸ m/s. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പോലെ ലൈറ്റിൻ്റെ സ്പീഡിൻ്റെ കൂടെ ട്രെയിനിൻ്റെ സ്പീഡ് ആഡ് ആവണം. 3 × 10⁻⁸ m/s കൂടെ ഒരു 200 കൂടെ ആഡ് ആവണം. വെള്ളത്തിൻ്റെ കൂടെയും ബോളിൻ്റെ കൂടെ ഒക്കെ ആഡ് ആയ പോലെ
പക്ഷേ ഇല്ല, നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ ലൈറ്റിൻ്റെ സ്പീഡ് 3 × 10⁸ ആയിരിക്കും. ബേസിക്കലി ഞാൻ ഏത് ട്രെയിനിൻ്റെ മണ്ടേ കയറി ഇരുന്നാലും, ഞാൻ എത്ര സ്പീഡിൽ ഓടിയാലും, ഞാൻ മെഷർ ചെയ്യുന്ന ലൈറ്റിൻ്റെ സ്പീഡും നിങ്ങൾ മെഷർ ചെയ്യുന്ന ലൈറ്റിൻ്റെ സ്പീഡ് സെയിം ആയിരിക്കും. ഞാനൊരു ടോർച്ച് എടുത്തുകൊണ്ട് നിങ്ങളുടെ അടുത്തോട്ട് ഓടുകയാണ്, നിങ്ങളൊരു ഹൈ സ്പീഡ് ബുള്ളറ്റ് ബൈക്കിൽ തിരിച്ച് എൻ്റെ അടുത്തോട്ടും വരികയാണ്. എന്നാലും ഞാൻ മെഷർ ചെയ്യുന്ന ലൈറ്റിൻ്റെ സ്പീഡ് നിങ്ങൾ മെഷർ ചെയ്യുന്ന ലൈറ്റിൻ്റെ സ്പീഡ് സെയിം ആയിരിക്കും. ബേസിക്കലി നിങ്ങൾ ചാടിയാലും ഓടിയാലും തലകുത്തി മറിഞ്ഞാലും കിടന്നുരുണ്ടാലും എങ്ങനെയൊക്കെ ലൈറ്റിൻ്റെ സ്പീഡ് മെഷർ ചെയ്താലും ലൈറ്റിൻ്റെ സ്പീഡ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം ലൈറ്റിൻ്റെ സ്പീഡ് 1/√μ0 ε0. അത് μ0 ε0 ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആര് ഹൈ സ്പീഡ് ട്രെയിനിൻ്റെ മണ്ടയിലാണ്, ആര് തറയിൽ നിൽക്കുകയാണ്, ഇതൊന്നും ലൈറ്റിൻ്റെ സ്പീഡിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. സോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ന്യൂട്ടൺ പറഞ്ഞു വെലോസിറ്റീസ് റിലേറ്റീവ് ആണെന്ന്. ഞാൻ തറയിൽ നിന്ന് വെള്ളം ഇറങ്ങിയാലും, ഞാൻ ഒരു ട്രെയിനിൻ്റെ മണ്ടയിൽ നിന്ന്, ഹൈ സ്പീഡ് ട്രെയിനിൻ്റെ മണ്ടയിൽ നിന്ന് വെള്ളം ഇറങ്ങിയാലും നിങ്ങൾ മെഷർ ചെയ്യുന്ന വെള്ളത്തിൻ്റെ സ്പീഡ് ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ ലൈറ്റിന് അങ്ങനെയില്ല എന്ന് മാക്സ്വെൽ പറഞ്ഞു. ലൈറ്റ് നമ്മൾ തറയിൽ നിന്ന് അടിച്ചാലും, ഞാൻ ഒരു ഹൈ സ്പീഡ് ട്രെയിനിൻ്റെ മണ്ടയിൽ നിന്ന് ഒരു ടോർച്ച് അടിച്ചാലും നിങ്ങൾ മെഷർ ചെയ്യാൻ പോകുന്ന ലൈറ്റിൻ്റെ സ്പീഡ് സെയിം ആണ്. നോ, ഇത് രണ്ട് സത്യമാണ്. പക്ഷേ ഇതിനെ രണ്ടിനെ ആർക്കും കമ്പൈൻ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇതിനെ രണ്ടിനെ എങ്ങനെ കമ്പൈൻ ചെയ്യാം എന്ന് ഐൻസ്റ്റൈൻ ഇരുന്ന് ആലോചിച്ചു. അങ്ങനെ ഐൻസ്റ്റൈൻ ഒരു തോട്ട് എക്സ്പെരിമെൻറ്റ് കണ്ടുപിടിച്ചു. നമുക്ക് ആ തോട്ട് എക്സ്പെരിമെൻറ്റിലേക്ക് പോകാം. കൺസിഡർ എ സ്പേസ് ഷിപ്പ്. ഓക്കെ, ഇത്തവണ സ്പേസ് ഷിപ്പ് ട്രെയിൻ അല്ല. നിങ്ങൾ ഈ സ്പേസ് ഷിപ്പിലൂടെ ഭൂമിയുടെ മുകളിൽ കൂടെ ഒരു ഹൈ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോവാണ്. ഹൈ എന്ന് പറയുമ്പോൾ ലൈറ്റിൻ്റെ ഒരു 0.5 സ്പീഡ് അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഒരു 1/4 സ്പീഡ്. ആൻഡ് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് പോകുന്നത്. നിങ്ങളുടെ വെലോസിറ്റി കൂടുകയോ കുറയോ ചെയ്യുന്നില്ല, നിങ്ങൾ ആക്സലറേറ്റ് ചെയ്യുന്നില്ല, കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് പോകുന്നത്. നിങ്ങളുടെ സ്പേസ് ഷിപ്പിൽ ഒരു വലിയ ഗ്ലാസ് വിൻഡോ ഉണ്ട്. ഞാൻ ഭൂമിയിൽ നിൽക്കുകയാണ്. എനിക്ക് ഈ ഗ്ലാസ് വിൻഡോയിനകത്തൂടെ നിങ്ങളുടെ സ്പേസ് ഷിപ്പിനകത്ത് എന്താ നടക്കുന്നതെന്ന് കാണാം. അസ്യൂം ചെയ്യാം. നിങ്ങളൊരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരു ലേസർ ബീം എന്ന് പറയുന്നത് ലൈറ്റാണല്ലോ, നിങ്ങൾ ലൈറ്റിനെ തറയിൽ നിന്നും സീലിങ്ങിലുള്ള ഒരു കണ്ണാടിയുടെ പുറത്തോട്ട് അയക്കുന്നു. അപ്പം ലൈറ്റിന് എന്ത് സംഭവിക്കും? ലൈറ്റ് തറയിൽ നിന്ന് സീലിങ്ങിലിടിച്ച് തിരിച്ച് സീലിങ്ങിൽ നിന്ന് തറയിലിടിക്കും. സീലിങ്ങും തറയും തമ്മിലുള്ള ഡിസ്റ്റൻസ് d ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ലൈറ്റിന് ഈ തറയിൽ നിന്ന് സീലിങ്ങിലിടിച്ച് തിരിച്ച് സീലിങ്ങിൽ നിന്ന് തറയിൽ വന്ന് ഇടിക്കാൻ എടുക്കുന്ന ടൈം. അപ്പം ലൈറ്റ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത്? തറ ടു സീലിംഗ് d, സീലിംഗ് ടു തറ വീണ്ടും d. അപ്പം ടോട്ടൽ d + d 2d. ലൈറ്റിൻ്റെ സ്പീഡ് എന്താണ്? ലൈറ്റിൻ്റെ സ്പീഡ് എപ്പോഴും c ആണ്. ആര് കാൽക്കുലേറ്റ് ചെയ്താലും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും c ആണ്. അപ്പം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈം എത്ര ആയിരിക്കും? നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈം t0 എന്നായിരിക്കും. t0 = 2d/c. ഇതാണ് ഈ കാര്യം നടക്കാൻ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈം. ലൈറ്റിന് തറയിൽ നിന്ന് സീലിംഗിൽ ഇടിച്ച് തിരിച്ച് തറയിൽ വന്ന് ഇടിക്കാൻ എടുക്കുന്ന ടൈം. ഇനി ഇതേ കാര്യം ഭൂമിയിൽ നിന്നുകൊണ്ട് ഞാൻ ഒബ്സർവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇങ്ങനെ ഈ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ട് സ്പേസ് ഷിപ്പിൽ ഇങ്ങനെ പോകുന്നത് ഭൂമി ഇരുന്ന് ഞാൻ നോക്കുകയാണ്. ഞാൻ നോക്കുമ്പം ലൈറ്റിന്റെ പാത്ത് ഇത്തിരി ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം നിങ്ങളുടെ സ്പേസ് ഷിപ്പ് നീങ്ങുകയല്ലേ. നിങ്ങളുടെ സ്പേസ് ഷിപ്പ് ഈ എക്സ്പെരിമെന്റ് നടന്ന ടൈമിൽ 12 ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ലൈറ്റ് ട്രാവൽ ചെയ്ത പാത്ത് പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2 × √d² + l². അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ലൈറ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 2 × √d² + l² ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ലൈറ്റിന്റെ സ്പീഡ് c ആണ്. ലൈറ്റിന്റെ സ്പീഡ് എപ്പോഴും c ആണ്. അപ്പം ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈം എന്തായിരിക്കും? t1 = ഡിസ്റ്റൻസ് ബൈ സ്പീഡ് = 2 × √d² + l²/c. അതായത് ഒരേ കാര്യം സംഭവിക്കാൻ, ലൈറ്റിന് തറയിൽ നിന്ന് സീലിംഗിൽ ഇടിച്ച് തിരിച്ച് തറയിൽ വന്നിടിക്കാൻ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത ടൈം 2d/c, ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത ടൈം 2 × √d² + l²/c. അതായത് ഒരേ കാര്യം നടക്കാൻ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത ടൈം കൂടുതൽ, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത ടൈം കുറവ്. ഒരേ കാര്യം നടക്കാൻ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത ടൈം എന്താണ്? 2 × √d² + l²/c. L എന്ന് പറയുന്നത് എന്താണ്? ഈ എക്സ്പെരിമെന്റ് നടക്കുന്ന സമയത്തിൽ നിങ്ങളുടെ സ്പേസ് ഷിപ്പ് എത്ര ദൂരം ട്രാവൽ ചെയ്തു. നിങ്ങളുടെ സ്പേസ് ഷിപ്പ് ഭയങ്കര ഫാസ്റ്റ് ആണെങ്കിൽ അത് കുറേ ദൂരം ട്രാവൽ ചെയ്യും. നിങ്ങളുടെ സ്പേസ് ഷിപ്പ് അത്ര ഫാസ്റ്റ് ആണെങ്കിൽ അത് കുറച്ച് ദൂരം ട്രാവൽ ചെയ്യും. അതായത് നിങ്ങളുടെ സ്പേസ് ഷിപ്പിന്റെ സ്പീഡ് കൂടുന്തോറും എല്ലിന്റെ വാല്യൂവും കൂടും. ആൻഡ് എല്ലിന്റെ വാല്യൂ കൂടിയാൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമും കൂടും. അതായത് നിങ്ങളുടെ സ്പേസ് ഷിപ്പ് എത്ര ഫാസ്റ്റ് ആവുന്നോ അത്രയും ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന ടൈം കൂടും. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന ടൈം കൂടും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈം കൂടും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ 1 സെക്കൻഡ് എന്ന് മെഷർ ചെയ്യുന്നത് ഞാൻ 4 സെക്കൻഡ് എന്നായിരിക്കും മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ 6 സെക്കൻഡ് എന്നായിരിക്കും മെഷർ ചെയ്യുന്നത്. അതായത് ഞാൻ നിങ്ങളുടെ സ്പേസ് ഷിപ്പിനകത്തോട്ട് നോക്കുമ്പോൾ ഭയങ്കര സ്ലോ ആണ് കാര്യങ്ങൾ. നിങ്ങളുടെ ക്ലോക്കിന് 1 സെക്കൻഡ് ടിക്ക് ചെയ്യാൻ എൻ്റെ ക്ലോക്കിൽ 6 സെക്കൻഡ് എടുക്കുന്നു. നിങ്ങളുടെ ക്ലോക്കുകളെല്ലാം ഭയങ്കര സ്ലോ ആണ്. നിങ്ങളുടെ സ്പേസ് ഷിപ്പിലെല്ലാം സ്ലോ മോഷനിൽ നടക്കുന്നു.
ഇതിനെയാണ് നമ്മൾ ടൈം ഡയലേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് നിങ്ങൾ വളരെ ഹൈ സ്പീഡിൽ ഒരു സ്പേസ് ഷിപ്പിൽ കൂടെ എൻ്റെ മുമ്പിൽ കൂടെ പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്പേസ് ഷിപ്പിനകത്തോട്ട് നോക്കുമ്പോൾ ടൈം ഭയങ്കര സ്ലോ ആയിട്ടിരിക്കും. ഇതാണ് ടൈം ഡയലേഷൻ. ടൈം സ്ലോ ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കണം? സ്പീഡ് ഓഫ് ലൈറ്റ് ഒരു കോൺസ്റ്റന്റ് അല്ലേ, അപ്പോൾ ടൈം സ്ലോ ആവുകയാണെങ്കിൽ ലെങ്ത്തും അതുപോലെ ചുരുങ്ങണം, എന്നാലേ സ്പീഡ് ഓഫ് ലൈറ്റ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ സ്പേസ് ഷിപ്പിലേക്ക് നോക്കുമ്പോൾ സ്പേസ് ഷിപ്പ് ആകെ ചുരുങ്ങിയിരിക്കുന്നു, ചളുങ്ങിയിരിക്കുന്നു, ടൈം ഭയങ്കര സ്ലോയോ ആയിട്ട് നീങ്ങുന്നു. ഈ ലെങ്ത് ചുരുങ്ങിയിരിക്കുന്നതിനാണ് നമ്മൾ ലെങ്ത് കോൺട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ടൈം സ്ലോ ആയി നീങ്ങുന്നതിനെയാണ് ടൈം ഡയലേഷൻ എന്ന് വിളിക്കുന്നത്. ഇതാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. നിങ്ങളൊരു സ്പേസ് ഷിപ്പിൽ വളരെ സ്പീഡ് എന്ന് പറയുമ്പോൾ ലൈറ്റിൻ്റെ പകുതി സ്പീഡിലോ ലൈറ്റിൻ്റെ 1/3 സ്പീഡിലോ ലൈറ്റിൻ്റെ 90% സ്പീഡിലോ ഒക്കെ നിങ്ങളിങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്പേസ് ഷിപ്പിനകത്തോട്ട് നോക്കുമ്പം കാര്യങ്ങളെല്ലാം ഭയങ്കര സ്ലോ മോഷനിൽ നടക്കുന്നു, നിങ്ങളുടെ സ്പേസ് ഷിപ്പ് വളരെ ചുരുങ്ങിയിരിക്കുന്നു. ഇതാണ് ടൈം ഡയലേഷൻ ആൻഡ് ലെങ്ത് കോൺട്രാക്ഷൻ. പക്ഷെ കഴിഞ്ഞില്ല, ഇനിയാണ് ഇതിൻ്റെ ക്യാച്ച്. ഞാൻ ഭൂമിയിൽ അനങ്ങാതെ നിൽക്കുകയാണ്, അതായത് ഞാനൊരു ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. നിങ്ങൾ സ്പേസ് ഷിപ്പിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോവുകയാണ്, അതായത് നിങ്ങളും ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസിന്റെ പ്രത്യേകത എന്താണ്? നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല ആരാണ് നീങ്ങുന്നത് ആരാ നീങ്ങാത്തതെന്ന്. നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല നമ്മളാണോ നീങ്ങുന്നത് നമ്മുടെ ചുറ്റുപാടാണോ നീങ്ങുന്നത്. രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ കഴിയില്ല, വേർതിരിക്കാൻ കഴിയില്ല. ഭൂമിയിൽ നിൽക്കുന്ന എനിക്ക് പറയാം ഞാൻ അനങ്ങാതെ നിൽക്കുകയാണ്, നിങ്ങളാണ് സ്പേസ് ഷിപ്പിൽ മുന്നോട്ട് നീങ്ങുന്നതെന്ന്. സ്പേസ് ഷിപ്പിൽ നിൽക്കുന്ന നിങ്ങൾക്ക് പറയാം നിങ്ങൾ അനങ്ങാതെ നിൽക്കുകയാണ്, ഞാനും ഭൂമിയാണ് ബാക്കിലോട്ട് നീങ്ങുന്നത്. രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഞാൻ നോക്കുമ്പോൾ നിങ്ങളാണ് നീങ്ങുന്നതെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ ഞാനാണ് നീങ്ങുന്നത്. ഞാൻ നിങ്ങളുടെ സ്പേസ് ഷിപ്പിൽ നോക്കിയിട്ട് പറയാം നിന്റെ സ്പേസ് ഷിപ്പ് ചുരുങ്ങിയിരിക്കുന്നത്, നിന്റെ ക്ലോക്ക് ഒക്കെ സ്ലോ. നിങ്ങൾ എന്നെ നോക്കിയിട്ട് പറയും പോടാ ഭൂമിയാണ് ചുരുങ്ങിയിരിക്കുന്നത്, നിന്റെ ക്ലോക്ക് സ്ലോ. ഇതാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഞാൻ ഇതിനെ സ്പെഷ്യൽ എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസിന് മാത്രമേ വർക്ക് ചെയ്യൂ. ഞാൻ അനങ്ങാതെ നിൽക്കുകയാണ്, ഞാൻ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. നിങ്ങൾ സ്പേസ് ഷിപ്പ് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ നീങ്ങുകയാണ്, നിങ്ങളും ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്തു എന്ന് വിചാരിച്ചോ, അപ്പോൾ ഇത് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് അല്ല, നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആവും. അപ്പോൾ സ്പെഷ്യൽ തിയറി വർക്ക് ചെയ്യില്ല. കാരണം നിങ്ങൾ ആക്സിലറേറ്റ് ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ ബാക്കിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളാണ് നീങ്ങിയെന്ന്. ഭൂമി ഇരിക്കുന്ന ഞാൻ ബാക്കിലോട്ട് പോവില്ല, അപ്പോൾ എനിക്കറിയാം ഞാൻ നീങ്ങുന്നതല്ല. സോ അങ്ങനത്തെ കേസിൽ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വർക്ക് ചെയ്യില്ല. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസിന് മാത്രമേ വർക്ക് ചെയ്യൂ. നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് വന്നാൽ നമ്മളവിടെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, കഴിഞ്ഞു. അതായിരുന്നു തിയറി ഓഫ് റിലേറ്റിവിറ്റി. നമ്മൾ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി മനസ്സിലാക്കി, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി മനസ്സിലാക്കി. ജനറൽ തിയറി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഗ്രാവിറ്റി ഇൻവോൾവ് ആകുമ്പോഴും ആക്സലറേഷൻ ഇൻവോൾവ് ആയിരിക്കുമ്പോഴാണ്. ഇപ്പം നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് ആണ്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇനേർഷ്യൽ ഫ്രെയിംസിനാണ്, അനങ്ങാതെ നിൽക്കുന്നതോ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ നീങ്ങുന്നതോ ആയ സാധനങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പം പൊതുവെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഓക്കെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറഞ്ഞു നമ്മൾ ഹൈ സ്പീഡിൽ പോവുകയാണെങ്കിൽ ടൈം സ്ലോ ആവും, ജനറൽ തിയറിയിൽ പറയുന്നു നമ്മൾ ഹൈ ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ ടൈം സ്ലോ ആവും, ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ പോകണമെങ്കിൽ ടൈം സ്ലോ ആവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റിയൽ ലൈഫിൽ ഒബ്സർവ് ചെയ്യാത്ത? റിയൽ ലൈഫിൽ ഇതിൻ്റെ എഫക്റ്റ് ഭയങ്കര സ്മോളാണ്, അതുകൊണ്ടാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തത്. നിങ്ങളൊന്ന് ഹൈ സ്പീഡിൽ ഓടിയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ക്ലോക്കുകൾ സ്ലോ ആവില്ല. ചുറ്റുമുള്ള ക്ലോക്കുകളൊക്കെ സ്ലോ ആവുന്ന ഒബ്സർവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ലൈറ്റിൻ്റെ സ്പീഡുമായിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള സ്പീഡ്സിൽ ഓടണം. അത് ഡെയിലി ലൈഫിൽ സംഭവിക്കുന്നില്ല. അതുപോലെ ജനറൽ തിയറിയിൽ പറയുന്ന പോലെ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ പോയാലേ ടൈം സ്ലോ ആവും, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായി ആക്സിലറേറ്റ് ചെയ്താലേ ടൈം സ്ലോ ആവും. റിയൽ ലൈഫിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല. സോ റിയൽ ലൈഫിൽ നമ്മൾ അങ്ങനെ റിലേറ്റിവിറ്റിയുടെ എഫക്ട്സ് ഒബ്സർവ് ചെയ്യാറില്ല. സ്പേസിലും ലാബിലും ഒക്കെ നമുക്ക് റിലേറ്റിവിറ്റിയുടെ എഫക്ട്സ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. കുറേ നാൾ സ്പേസിൽ സഞ്ചരിച്ചിട്ട് തിരിച്ചു വരുന്ന ആസ്ട്രോനോട്ട്സ് വേരിയിങ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്സിലും വേരിയിങ് ആക്സലറേഷനിലുമാണ്. അതുകൊണ്ട് തന്നെ അവർ നമ്മളെക്കാളിലും ഒരു പൊടി യങ്ങറായിരിക്കും. ഒരു പൊടി എന്നൊക്കെ പറയുമ്പോൾ 0.1 സെക്കൻഡ് 0.2 സെക്കൻഡ് ഒക്കെ അത്രേ സംഭവിക്കുന്നുള്ളൂ ഇങ്ങനത്തെ സ്പേസ് ട്രാവലിൽ നിന്ന്. അതുപോലെ തന്നെ ലാബിൽ നമുക്ക് സ്പെഷ്യൽ തിയറിയുടെ എഫക്ട്സ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. മ്യൂയോൺസ് എന്ന് പറയുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. മ്യൂയോൺസിന്റെ ലൈഫ് സ്പാൻ 2.2 മൈക്രോ സെക്കൻഡ്സ് ആണ്. അതായത് 2.2 മൈക്രോ സെക്കൻഡ്സിൽ അത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യും. സ്റ്റേഷനറി മ്യൂയോൺസിന്റെ ലൈഫ് സ്പാൻ 2.2 മൈക്രോ സെക്കൻഡ്സ് ആണ്. ഇതേ മ്യൂയോൺ നീങ്ങുകയാണെങ്കിൽ, മ്യൂയോൺ നീങ്ങുന്നത് ഭയങ്കര ഹൈ സ്പീഡിലാണ്, 99% സ്പീഡ് ഓഫ് ലൈറ്റിലേക്ക്. ഇതേ മ്യൂയോൺ നീങ്ങുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ലൈഫ് സ്പാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് 10 മൈക്രോ സെക്കൻഡ് 11 മൈക്രോ സെക്കൻഡ് എന്നൊക്കെ കിട്ടും. മ്യൂയോണിനെ സംബന്ധിച്ചിടത്തോളം മ്യൂയോണിന്റെ ലൈഫ് സ്പാൻ സ്റ്റിൽ 2.2 മൈക്രോ സെക്കൻഡ് തന്നെയാണ്. പക്ഷെ അത് നീങ്ങുന്നതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ടൈം ഡയലേഷൻ സംഭവിക്കുന്നു. ആൻഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും ഇത് നടക്കാൻ, അത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാൻ കൂടുതൽ ടൈം എടുത്തു, 11 സെക്കൻഡ് എടുത്തു. സോ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എക്സ്പെരിമെൻറ്റേഷനിലൂടെയും അല്ലാതെ സ്പേസ് റിസർച്ചിലൂടെയൊക്കെ റിലേറ്റിവിറ്റിയുടെ എഫക്ട്സ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്.
ഓക്കെ, സോ ഇതൊക്കെ റിലേറ്റിവിറ്റിയുടെ കുറച്ച് ചെറിയ ചെറിയ എഫക്ട്സ് ആണ്. റിലേറ്റിവിറ്റിയുടെ ഒരു വലിയ എഫക്റ്റ് എന്താണ്? റിലേറ്റിവിറ്റിയുടെ ഒരു വലിയ പോപ്പുലർ എഫക്റ്റ് സയൻസ് ഫിക്ഷനിൽ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് ദ ട്വിൻ പാരഡോക്സ്. ട്വിൻ പാരഡോക്സ് ആണ് റിലേറ്റിവിറ്റി ഇത്ര ഫേമസ് ആവുന്നതും, ആൻഡ് ട്വിൻ പാരഡോക്സ് ആണ് റിലേറ്റിവിറ്റിയിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. ട്വിൻ പാരഡോക്സ് എന്താ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. 2 ട്വിൻസ് ഉണ്ട്, രണ്ടുപേരും ഭൂമിയിൽ നിൽക്കുകയാണ്, രണ്ടുപേർക്കും 30 വയസ്സ്. ഒരു ദിവസം ഒരു ട്വിൻ ഒരു ഹൈ സ്പീഡ്, ലൈറ്റിന്റെ 70% സ്പീഡുള്ളൊരു സ്പേസ് ഷിപ്പിൽ കയറി 5 വർഷം ട്രാവൽ ചെയ്തിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ അവന് പ്രായം കുറവായിരിക്കും, ഭൂമിയിൽ നിന്ന് ട്വിനിന് പ്രായം കൂടുതലായിരിക്കും. ഇത് സത്യമാണ്, ഇത് വർക്ക് ചെയ്യും. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് റിലേറ്റിവിറ്റി മനസ്സിലായെന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ജനറലി എല്ലാവരും അസ്യൂം ചെയ്യുന്നത് ഇത് സ്പെഷ്യൽ റിലേറ്റിവിറ്റി കാരണമാണോ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾ ഭൂമി നിൽക്കുകയാണ്, മറ്റേ ആൾ സ്പേസ് ഷിപ്പിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ അയാളുടെ ടൈം സ്ലോ ആയിരിക്കും. ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. സ്പേസ് ഷിപ്പിൽ ട്രാവൽ ചെയ്യുന്ന ട്വിന്നിന് ടൈം സ്ലോ ആയിരിക്കും, ഭൂമിയിൽ നിൽക്കുന്നവന് ടൈം സ്ലോ ആയിരിക്കില്ല. പക്ഷേ അത് തെറ്റാണ്, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. സ്പെഷ്യൽ റിലേറ്റിവിറ്റി അനുസരിച്ച് സ്പേസ് ഷിപ്പിൽ നിൽക്കുന്ന ട്വിന്നിനെ സംബന്ധിച്ചിടത്തോളം അവൻ നീങ്ങുന്നില്ല, ഭൂമിയിൽ നിൽക്കുന്ന ട്വിന്നാണ് ബാക്കിലോട്ട് നീങ്ങിയിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ സ്പേസ് ഷിപ്പിൽ നിൽക്കുന്ന ട്വിന്നിനെ സംബന്ധിച്ചിടത്തോളം ഭൂമി നിൽക്കുന്നവനായിരിക്കും പ്രായം കുറവ്, ഭൂമി നിൽക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം സ്പേസ് ഷിപ്പിൽ നിൽക്കുന്നതിനായിരിക്കും പ്രായം കുറവ്. ഇതാണ് ട്വിൻ പാരഡോക്സ്. പക്ഷേ യെറ്റ് അവർ കണ്ടുമുട്ടുമ്പോൾ എപ്പോഴും സ്പേസ് ഷിപ്പിൽ സഞ്ചരിച്ചവനായിരിക്കും പ്രായം കുറവ്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ദിസ് ഇസ് ബിക്കോസ് ട്വിൻ പാരഡോക്സിൻ്റെ സൊല്യൂഷൻ നമ്മൾ സ്പെഷ്യൽ റിലേറ്റിവിറ്റിയുടെ കണ്ണിൽ കൂടെയല്ല കാണേണ്ടത്, ജനറൽ റിലേറ്റിവിറ്റി കൂടെയാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഒരുത്തൻ സ്പേസ് ഷിപ്പിൽ കയറി 70% ലൈറ്റ് സ്പീഡ് എത്തുകയാണെങ്കിൽ അവൻ ആ 70% ലൈറ്റ് സ്പീഡ് എത്താൻ വേണ്ടി അവൻ ആക്സലറേറ്റ് ചെയ്യണ്ടേ. ആക്സലറേറ്റ് ചെയ്താലേ അതുവരെ എത്തൂ. ആക്സലറേറ്റ് ചെയ്യുന്ന ഉടനെ സ്പെഷ്യൽ തിയറി അവിടെ പിന്നെ വാലിഡ് അല്ല. അതുപോലെ തന്നെ അവൻ ആക്സലറേറ്റ് ചെയ്ത് അവൻ സ്പേസ് ഷിപ്പ് നിർത്തി തിരിച്ച് വീണ്ടും ആക്സലറേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അവൻ 2 തവണ ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവൻ തിരിച്ച് ഭൂമിയിലെത്തുമ്പോൾ അവന് ഡീസലറേറ്റ് ചെയ്യണ്ടേ. അവൻ കുറേ തവണ ആക്സലറേറ്റും ഡീസലറേറ്റും ചെയ്യുന്നു. അപ്പോൾ അവനൊരു നോൺ ഇനേർഷ്യൽ ഫ്രെയിമിലാണ്. നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസിൽ ജനറൽ തിയറിയാണ് ആപ്ലിക്കബിൾ. ജനറൽ തിയറിയിൽ നമ്മൾ പഠിച്ചു ആക്സലറേഷൻ എന്ന് പറയുന്ന ഒരു കർവ്ഡ് സ്പേസ് ടൈമിൽ കൂടെ ട്രാവൽ ചെയ്യുന്നതാണ്. സോ സ്പേസ് ഷിപ്പിൽ നിൽക്കുന്ന ട്വിൻ ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്, ഭൂമിയിൽ നിൽക്കുന്ന ട്വിൻ ആക്സലറേറ്റ് ചെയ്യുന്നില്ലല്ലോ. സ്പേസ് ഷിപ്പിൽ നിൽക്കുന്ന ട്വിൻ ഇങ്ങനെ ബാക്കിലോട്ട് ചായും, അവൻ ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്, അവനൊരു കർവ് സ്പേസ് ടൈമിൽ കൂടെ സഞ്ചരിക്കുന്നത്. ഭൂമിയിൽ നിൽക്കുന്ന ട്വിൻ ആക്സലറേറ്റ് ചെയ്യുന്നില്ല, അവനിങ്ങനെ ചായുന്നൊന്നുമില്ല, അവൻ ഫ്ലാറ്റ് സ്പേസ് ടൈമിലാണ്. സോ ഈ കർവ്ഡ് സ്പേസ് ടൈമിൽ കൂടെ സഞ്ചരിക്കുന്നത് കാരണമാണ് സ്പേസ് ഷിപ്പിൽ സഞ്ചരിക്കുന്ന ട്വിന് പ്രായം കുറവാകുന്നത്. സോ ഇതാണ് ട്വിൻ പാരഡോക്സ്. ഒരുപാട് സയൻസ് ഫിക്ഷനിലും മൂവീസിലൊക്കെ നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഇതാണ് കാരണം. ഒരാൾ ഹൈ സ്പീഡ് സ്പേസ് ഷിപ്പിൽ കയറി തിരിച്ചു വരികയാണെങ്കിൽ അയാൾക്ക് പ്രായം കുറവായിരിക്കും, ബിക്കോസ് അയാൾ ഹൈ ആക്സലറേഷനും ഡീസലറേഷനും ചെയ്യുകയാണ്, ആൻഡ് അത് അയാളെ ഒരു കർവ്ഡ് സ്പേസ് ടൈമിൽ കൂടെ സഞ്ചരിപ്പിക്കുന്നു. ഓക്കെ ഗൈസ്, കഴിഞ്ഞു. അതായിരുന്നു റിലേറ്റിവിറ്റി. നിങ്ങൾക്ക് ഞാൻ ഇത്രയും പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്സിലെ തന്നെ ഏറ്റവും കോംപ്ലക്സ് ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാനൊരു ഫിസിക്സ് വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി. ആൻഡ് ഐ റിയലി ഹോപ്പ് ഞാൻ അധികം കോംപ്ലക്സ് ആക്കാതെ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആക്കിയെന്ന്. ഇൻ എനി കേസ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമാണ്. എനിക്ക് റിലേറ്റിവിറ്റി പഠിക്കാൻ വർഷങ്ങളെടുത്തു. ഞാൻ വർഷങ്ങളെടുത്ത് പഠിച്ച കാര്യമാണ് ഞാൻ ഇവിടെ ഒരു 1.25 മണിക്കൂറിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. സോ ഡൗട്ട്സ് ഉള്ളത് സ്വാഭാവികമാണ്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ള പോർഷൻ റീവൈൻഡ് ചെയ്ത് ഒന്നുകൂടെ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ക്ലിയർ ആവും. ഇനി ആസ് യൂഷ്വൽ റിലേറ്റിവിറ്റി കഴിഞ്ഞു. ഞാൻ റിലേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് തോട്ട്സ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും കേൾക്കാം. അത് കഴിയുന്നതോടെ ഈ വീഡിയോയും കഴിയും. ഐൻസ്റ്റൈൻ്റെ പേര് നമ്മൾ കുറേ കേട്ടിട്ടുണ്ടല്ലേ. ഐൻസ്റ്റൈൻ ലോകത്തെ ഏറ്റവും വലിയ ജീനിയസ് ഐൻസ്റ്റൈൻ. പക്ഷേ ആണോ? ആണെങ്കിൽ തന്നെ എന്തുകൊണ്ട്? ഐൻസ്റ്റൈൻ്റെ റിലേറ്റിവിറ്റി പോലെ തന്നെ സയൻറ്റിഫിക്കലി കോംപ്ലക്സ് ആയ ആൻഡ് ക്വൈറ്റ് മാത്തമാറ്റിക്കലി മച്ച് മോർ ചാലഞ്ചിങ് ആയ ഒരുപാട് ഫീൽഡ്സ് മറ്റ് സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാലും ഏറ്റവും വലിയ ജീനിയസ് ഐൻസ്റ്റൈൻ. ഇൻഫാക്ട് ഐൻസ്റ്റൈൻ്റെ മാത്തമാറ്റിക്സ് അത്ര സ്ട്രോങ് പോലും ആയിരുന്നില്ല ഒരു ഫിസിസിസ്റ്റിന് വേണ്ട ലെവലിൽ. തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ, ജനറൽ റിലേറ്റിവിറ്റിയുടെ ഒരുപാട് മാത്സ് ചെയ്ത് ഐൻസ്റ്റൈൻ്റെ ഫ്രണ്ടായ മാർസൽ ഗ്രോസ്മാൻ ആണ്. എന്നാലും ഐൻസ്റ്റൈൻ ആണ് ലോകത്തെ ഏറ്റവും വലിയ ജീനിയസ്. ഫോർ ഓൾ ദാറ്റ് വി നോ, തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ക്വാണ്ടം മെക്കാനിക്സ് സിങ്ക് ആവുന്ന പോലും ഇല്ല. ഒട്ടും മാച്ച് ആവാത്ത 2 ഫീൽഡ്സ് ആണ്. ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ് സത്യമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ഫോർ ഓൾ ദാറ്റ് വി നോ, there might, I'm not saying there will, but there might come a day where Einstein is proven wrong. തിയറി ഓഫ് റിലേറ്റിവിറ്റി തെറ്റാണെന്ന് പ്രൂവ് ചെയ്യപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാവാം. എന്നാൽ പോലും ഐൻസ്റ്റൈൻ ആണ് ലോകത്തെ ഏറ്റവും വലിയ ജീനിയസ്. എന്തുകൊണ്ട് ഐൻസ്റ്റൈൻ ഇത്ര ഫേമസ് ആവുന്നത്, ഐൻസ്റ്റൈനെ ഇത്രയും ഗ്രേറ്റ് ആക്കുന്നത് ഇസ് ദ ഫാക്ട് ദാറ്റ് തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉണ്ടാകുന്നത് മറ്റൊരു പ്രീവിയസ് സയൻറ്റിഫിക് വർക്കിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടല്ല. ഐൻസ്റ്റൈൻ തിയറി ഓഫ് റിലേറ്റിവിറ്റി കണ്ടുപിടിക്കുന്നത് മറ്റൊരു പ്രീവിയസ് സയൻറ്റിഫിക് സ്റ്റഡിയുടെ റിസൾട്ട് നോക്കിയിട്ടല്ല. ഒരു ലാബിൽ ഒന്നും ഒബ്സർവ് ചെയ്തിട്ടില്ല, ഒരു ലാബിൽ ഒന്നും എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുമില്ല.
തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉണ്ടാകുന്നത് ഐൻസ്റ്റൈൻ്റെ തലയിലാണ്, ഐൻസ്റ്റൈൻ്റെ ക്രിയേറ്റിവിറ്റിയിലാണ്, ഐൻസ്റ്റൈൻ ഇമാജിനേഷനിലാണ്, ഐൻസ്റ്റൈൻ്റെ ഇൻഡ്യൂഷനിലാണ്, ഐൻസ്റ്റൈൻ്റെ ആർട്ടിസ്റ്റിക് സെൻസ് ഉപയോഗിച്ചാണ്. സയൻസും ആർട്ടും, ഒരു സെക്കൻഡ് നമുക്ക് ഐൻസ്റ്റൈനെ മാറ്റി നിർത്താം, എന്നിട്ട് സയൻസിനെ ആർട്ടിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. സയൻസും ആർട്ടും രണ്ടും സൊസൈറ്റിയിൽ അതിൻ്റെതായ ഒരു സ്റ്റാറ്റസ് എൻജോയ് ചെയ്യുന്നുണ്ട്. സയൻസ് റെസ്പെക്റ്റഡ് ആണ്, സയൻസ് ക്ലാസ്സിയാണ്. ആൻഡ് ആർട്ട് സെക്സിയാണ്, ആർട്ട് കൂളാണ്. ദ ഓൺലി പ്രോബ്ലം ഇസ് ദീസ് ടു ഡോണ്ട് ഗെറ്റ് അലോങ്. ആർട്സ് പഠിക്കുന്നവർക്ക് സയൻസ് പഠിക്കുന്നവരോട് പുച്ഛം. അവന് ഫുൾ ടൈം പുസ്തകം വായിച്ചുകൊണ്ടിരിക്കാനേ അറിയോ, അവൻ നേർഡാണ്, അവനെ കൊണ്ട് ഒരു പാട്ട് പാടാനോ ഒരു കവിത എഴുതാനോ അവനെ കൊണ്ട് ഒന്നും പറ്റൂല. ആൻഡ് സയൻസ് പഠിക്കുന്നവർക്കോ ബാക്കിയുള്ളതിനോടെല്ലാം പുച്ഛം. അവൻ മണ്ടനാണ്, അവനെ കൊണ്ട് സയൻസ് ഒന്നും ചെയ്യാൻ പറ്റൂല, അവൻ പോയി വല്ല കവിത എഴുതുക പാട്ട് പാടുക വല്ലതും ചേട്ടൻ. കുഞ്ഞുനാൾ മുതൽ ടീച്ചേഴ്സും പാരൻസും എല്ലാം നമുക്ക് ഇത് തന്നെയാണ് പറഞ്ഞു തരുന്നത്. എൻ്റെ മോൻ സയൻസിൽ മിടുക്കനാ, അവന് മാത്സും ഫിസിക്സും ഒക്കെ നന്നായിട്ട് അറിയാം, അതുകൊണ്ട് പിന്നെ അവൻ ഡാൻസ് പഠിക്കുന്നുണ്ടില്ല, അവൻ അഭിനയം പഠിക്കുന്നില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവൻ എന്തിനാ ആർട്സ് ഡേക്ക് അയക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതേസമയം പറയും എൻ്റെ മോള് അവള് സയൻസിലും മാത്തിലും ഒക്കെ കുറച്ച് വീക്കാണ്, പക്ഷേ എന്താ പ്രശ്നമില്ല, അവൾക്ക് നല്ലപോലെ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ അറിയാം, അത് മതി. ആൻഡ് എന്തിന് ജനങ്ങളെയും പാരൻസിനെയും ടീച്ചേഴ്സിനെയും നാട്ടുകാരെയും കുറ്റം പറയുന്നു? മൂവീസിൽ പോലും ഇത് സ്ഥിരം കാണിക്കുന്നതാണ്, സയൻസിനെ ആർട്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്നതും അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ പിടിച്ച് ഭയങ്കരമായിട്ട് റൊമാൻറ്റിസൈസ് ചെയ്യുന്നതും. Medicine, law, business, engineering, these are noble pursuits and necessary to sustain life. But poetry, beauty, romance, love, these are what we stay alive for. പക്ഷെ ഇങ്ങനെ സയൻസിനെ ആർട്ടിനെയും വേർതിരിക്കുന്നത് ശരിയാണോ? സയൻസും ആർട്ടും അത്രയ്ക്ക് ഡിഫറെൻ്റ് ആണോ? ഫിസിക്സും മ്യൂസിക്കും അത്രയ്ക്ക് ഡിഫറെൻ്റ് ആണോ? കെമിസ്ട്രിയും പെയിൻറ്റിങ്ങും അത്രയ്ക്ക് ഡിഫറെൻ്റ് ആണോ? സൈക്കോളജിയും ആക്ടിങ്ങും അത്രയ്ക്ക് ഡിഫറെൻ്റ് ആണോ? ഐ വുഡ് ആർഗ്യൂ ദാറ്റ് ദേ ആർ മോർ സിമിലർ ദാൻ ദേ ആർ ഡിഫറെൻറ്റ്. ഞാൻ എഞ്ചിനീയറിംഗ് സയൻസ് പഠിച്ച ഒരാളാണ്. ഫോർ ഓൾ ദാറ്റ് ഐ നോ, രണ്ടും വാസ്റ്റ്ലി ഡിഫറെൻറ്റ് ഫീൽഡ്സ് ആണ് എഞ്ചിനീയറിംഗ് സയൻസ്. പക്ഷേ എഞ്ചിനീയറിംഗിൽ നമ്മൾ സയൻസ് പഠിക്കുന്നത് എൻകറേജ് ചെയ്യുന്നു. കാരണം എഞ്ചിനീയറിംഗിൽ ഒരുപാട് ഡിഫിക്കൽട്ട് പ്രോബ്ലംസ് ടാക്കിൾ ചെയ്യാൻ സയൻസ് അറിഞ്ഞിരിക്കുന്നത് സഹായിക്കും. Similarly, if you ask someone who's learning designing, they'll tell you that it's vastly different from learning how to paint. പക്ഷേ ഡിസൈൻ സ്റ്റുഡൻസിനെ സ്റ്റിൽ നമ്മൾ ക്രിയേറ്റീവ് ആവാനും ആർട്ടിസ്റ്റിക് ആവാനും ഒക്കെ എൻകറേജ് ചെയ്യുന്നു. അത് അവരുടെ പല മെൻ്റൽ ബ്ലോക്സും മാറ്റാൻ സഹായിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മൾ സയൻസിനെ ആർട്ടിനെ മാത്രം കമ്പൈൻ ചെയ്യുന്നില്ല? ഒരു മ്യൂസീഷ്യൻ്റെ അടുത്ത് നമ്മൾ മ്യൂസിക്കിൻ്റെ പിന്നിലെ സയൻസ് എന്ന് ചോദിച്ചാൽ അയാൾ പറയും അതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ, മ്യൂസിക് ജസ്റ്റ് ഫീൽ ചെയ്താൽ മതി എന്ന്. ഒരു ആക്ടറിൻ്റെ അടുത്ത് നമ്മൾ പോയിട്ട് ആക്ടിങ്ങിൻ്റെ പിന്നിലെ സയൻസ് എന്ന് ചോദിച്ചാൽ അയാൾ പറയും ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ, ആക്ടിങ് ജസ്റ്റ് ഉള്ളിൽ നിന്ന് വന്നാൽ മതി എന്ന്. ഒരു മാത്തമാറ്റീഷ്യൻ്റെ അടുത്ത് നമ്മൾ ഹൈപ്പർബോളിക് ജോമെട്രി ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കാണിച്ചിട്ടെന്ന് ചോദിച്ചാൽ അയാൾ പറയും ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ, വെറുതെ ഇക്വേഷൻ ഫോർമുലയും പഠിച്ചാൽ മതി. ഒരു ഫിസിക്സിൻ്റെ അടുത്ത് നമ്മൾ പോയി ചോദിക്കുകയാണ് ഡോപ്ലർ എഫക്റ്റും മ്യൂസിക്കും തമ്മിലുള്ള കണക്ഷൻ എന്ന് ചോദിച്ചാൽ അയാൾ പറയും ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ, ഡോപ്ലർ എഫക്റ്റിൻ്റെ ഫോർമുല പഠിക്കും, തിയറി പഠിക്കും. സയൻസിനെ ആർട്ടിനെയും കമ്പൈൻ ചെയ്യുന്നതിനോട് ജനറലി ആൾക്കാർക്ക് ഭയങ്കര പുച്ഛമാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് വെരി എവിഡൻറ്റ് ദാറ്റ് നമുക്ക് സയൻസിനെ ആർട്ടിനെയും കമ്പൈൻ ചെയ്യാൻ പറ്റും. സയൻസിനെ ആർട്ടിനെയും കമ്പൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എഐക്ക് ഒരിക്കലും ബീത്തോവൻ ഉണ്ടാക്കുന്ന ലെവലിൽ മ്യൂസിക് ഉണ്ടാക്കാൻ പറ്റില്ല. സയൻസിനെ ആർട്ടിനെയും കമ്പൈൻ ചെയ്തുകൊണ്ടാണ് കെക്യുലേക്ക് ഡേ ഡ്രീമിങ്ങും ഇമാജിനേഷനും വിഷ്വലൈസേഷനും എല്ലാം ഉപയോഗിച്ച് ബെൻസിൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ പറ്റിയത്. സയൻസും ആർട്ടും നമുക്ക് കമ്പൈൻ ചെയ്യാൻ സാധിക്കും. ആൻഡ് സയൻസും ആർട്ടും കമ്പൈൻ ചെയ്തിട്ടുള്ളവരാണ് ഇന്നും ലോകത്തെ ഏറ്റവും വലിയ ജീനിയസ് എന്നറിയപ്പെടുന്നത്. ഡാവിഞ്ചി, ഗലീലിയോ, മോർസ്, ഐൻസ്റ്റൈൻ. ആൻഡ് സയൻസും ആർട്ടും ബ്ലെൻഡ് ചെയ്തിട്ടുള്ളപ്പോഴാണ് നമുക്ക് മാൻകൈൻഡിൻ്റെ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻറ്റ്സ് കിട്ടിയിട്ടുള്ളത്. മോണാലിസ, താജ്മഹൽ, ഗലീലിയൻ തിയറി, തിയറി ഓഫ് റിലേറ്റിവിറ്റി. തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഫണ്ടമെൻ്റൽസ് വരുന്നത് സയൻസിൽ നിന്നല്ല, ആർട്ടിൽ നിന്നാണ്, ക്രിയേറ്റിവിറ്റിയിൽ നിന്നാണ്, ഇമാജിനേഷനിൽ നിന്നാണ്, ഇൻഡ്യൂഷനിൽ നിന്നാണ്. ഐൻസ്റ്റൈൻ തിയറി ഓഫ് റിലേറ്റിവിറ്റി കണ്ടുപിടിക്കുന്നത് ഐൻസ്റ്റൈൻ്റെ ആർട്ടിസ്റ്റിക് സെൻസ് ഉപയോഗിച്ചാണ്, ഐൻസ്റ്റൈൻ്റെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചാണ്, ഇമാജിനേഷൻ ഉപയോഗിച്ചാണ്. ആ ഉണ്ടായ ഫണ്ടമെൻ്റൽസിൻ്റെ പുറത്താണ് പിന്നെ സയൻസ് അപ്ലൈ ചെയ്തത്. ഐൻസ്റ്റൈൻ സയൻസും ആർട്ടും ബ്ലെൻഡ് ചെയ്യുമായിരുന്നു. സയൻസും ആർട്ടും കമ്പൈൻ ചെയ്തപ്പോൾ മാൻകൈൻഡിനുണ്ടായ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻ്റ് ആണ് തിയറി ഓഫ് റിലേറ്റിവിറ്റി. ആൻഡ് സയൻസും ആർട്ടും കമ്പൈൻ ചെയ്ത ഗ്രേറ്റസ്റ്റ് ഹ്യൂമൻ ബീയിങ് ആണ് ഐൻസ്റ്റൈൻ. ദാറ്റ്സ് വാട്ട് മേക്സ് ഹിം സോ ഫേമസ്. മേ ബി ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും അവൻ ചുമ്മാ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ എന്തൊക്കെയോ പറയാം, എന്നിട്ട് പാവം ഐൻസ്റ്റൈൻ അതിലോട്ട് ഡ്രാഗ് ചെയ്തേക്കുന്നു. അങ്ങനെ ചുമ്മാ ഒന്നും പറയാറില്ലല്ലോ. ഹ്യൂമൻ ബ്രെയിനിനെ നമുക്ക് 2 ഹെമിസ്ഫിയറായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് സയൻസും ആർട്ടും പ്രോസസ്സ് ചെയ്യുന്നത് സെപ്പറേറ്റ് ഹെമിസ്ഫിയറാണ്. നമ്മുടെ ബ്രെയിനിൻ്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയറാണ് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് സയൻസ് പ്രോസസ്സ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ബ്രെയിനിൻ്റെ റൈറ്റ് ഹെമിസ്ഫിയറാണ് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് ആർട്ട് പ്രോസസ്സ് ചെയ്യുന്നത്. സയൻസ്, മാത്ത്, ലോജിക്, റീസണിങ് ഇതൊക്കെ ലെഫ്റ്റ് ഹെമിസ്ഫിയറിൻ്റെ പരിധിയിലാണ് വരുന്നത്. ക്രിയേറ്റിവിറ്റി, ഡേ ഡ്രീമിങ്, ഇൻറ്റ്യൂഷൻ, വിഷ്വലൈസേഷൻ ഇതൊക്കെ നമ്മുടെ റൈറ്റ് ഹെമിസ്ഫിയറിൻ്റെ പരിധിയിലാണ് വരുന്നത്.
നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ ഒരുപാട് തവണ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ തലച്ചോറ് അത് നമ്മൾ ഉപയോഗിക്കുന്ന രീതി അനുസരിച്ച് സ്ട്രക്ചറലിയും ഫങ്ഷണലിയും മാറും. ഇതാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. ഐൻസ്റ്റൈൻ മരിച്ചതിന് ശേഷം ഐൻസ്റ്റൈൻ്റെ തലച്ചോറ് പല ഡോക്ടേഴ്സും സയൻറ്റിസ്റ്റും അനലൈസ് ചെയ്തു. എല്ലാവരും എക്സ്പെക്ട് ചെയ്തത് ഐൻസ്റ്റൈൻ്റെ തലച്ചോറ് ഭയങ്കര വലുതായിരിക്കുമെന്നായിരുന്നു. പക്ഷേ അല്ലായിരുന്നു. ഐൻസ്റ്റൈൻ്റെ തലച്ചോറ് അത്രയ്ക്ക് വലുതൊന്നായിരുന്നില്ല. ഐൻസ്റ്റൈൻ്റെ ബ്രെയിനിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഐൻസ്റ്റൈൻ്റെ ബ്രെയിനിൻ്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും വളരെ സ്ട്രോങ്ലി കണക്റ്റഡ് ആയിരുന്നു. നമ്മുടെ ലെഫ്റ്റ് ഹെമിസ്ഫിയറിനെയും റൈറ്റ് ഹെമിസ്ഫിയറിനെയും കണക്ട് ചെയ്യുന്നതും അതിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇൻഫർമേഷൻ റാലി ചെയ്യുന്നതും കോർപ്പസ് കാലോസം എന്ന് പറഞ്ഞൊരു സെറ്റ് ഓഫ് നെർവ് ഫൈബേഴ്സ് ആണ്. ഐൻസ്റ്റൈൻ്റെ കോർപ്പസ് കാലോസത്തിൽ സാധാരണ മനുഷ്യരെക്കാൾ ഒരുപാട് കൂടുതൽ കണക്ഷൻസ് ഡെവലപ്പ് ചെയ്തിരുന്നു. വിച്ച് മീൻസ് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് ബ്രെയിനും അദ്ദേഹത്തിൻ്റെ ആർട്ടിസ്റ്റിക് ബ്രെയിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്തിരുന്നു. ഐൻസ്റ്റൈൻ വാസ് ബ്ലെൻഡിങ് ലോജിക് വിത്ത് ക്രിയേറ്റിവിറ്റി. ഹി വാസ് ബ്ലെൻഡിങ് റീസണിങ് വിത്ത് ഇൻറ്റ്യൂഷൻ. ഹി വാസ് ബ്ലെൻഡിങ് സയൻസ് with art. Thanks for watching.